ഹായ് വെൽക്കം ടു എഡ്യൂപോഡ്. നമ്മൾ ജെയുടെ ടോട്ടൽ ഫസ്റ്റ് സെഷനിൽ ജാനുവരി 27, ദെൻ ജാനുവരി 28, 29, 30, 31 ആൻഡ് ഫെബ്രുവരി 1 5 ഡേയ്സിൽ നടന്ന 2 ഷിഫ്റ്റിലെ ടോട്ടൽ 300 ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ആ 300 ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. ആ 300 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് നോക്കുന്ന ഏതൊക്കെ ചാപ്റ്റർ ആണ്, ഏതൊക്കെ ടോപ്പിക്സ് ആണ്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഓക്കെ, ഫസ്റ്റ്ലി ഇതാണ് നമ്മളെ ചാപ്റ്റർ വൈസ് അനാലിസിസ്. ഓവറോൾ ചാപ്റ്റേഴ്സ് നിന്ന് വന്ന ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസിന്റെ എണ്ണമാണ് ഞാൻ ഈ കാണിച്ചത്. ഓക്കെ, ഫസ്റ്റ് ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ഓവറോൾ ഓർഗാനിക് കെമിസ്ട്രിയാണ്. ആഫ്റ്റർ ഫിസിക്കൽ കെമിസ്ട്രി, ദെൻ ഇനോർഗാനിക് കെമിസ്ട്രി. പിന്നെ ഞാൻ ഇതിനെ 4 സെഷൻ ആക്കിയിട്ടാണ് ഞാൻ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, പിന്നെ ഒരു അനാലിറ്റിക്കൽ കെമിസ്ട്രി. അതിന് ഇനോർഗാനിക് ഇൻക്ലൂഡ് ചെയ്യാം. അത് ഓർഗാനിക്കെന്നും ഇനോർഗാനിക്കെന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബട്ട് ഓർഗാനിക്കിലെ ക്വസ്റ്റ്യൻസ് പ്യൂരിഫിക്കേഷനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് പ്യൂരിഫിക്കേഷൻസ് പറഞ്ഞൊരു ടോപ്പിക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഇതൊരു ഓവറോൾ അതിന്റെ ഗ്രാഫാണ്. അപ്പൊ മാക്സിമം പീക്കിൽ ക്വസ്റ്റ്യൻസ് കാണുന്ന ഇനോർഗാനിക്കിലാണ്. 19 ക്വസ്റ്റ്യൻസും 20 ക്വസ്റ്റ്യൻസും പെർ ചാപ്റ്റർ ഓവറോൾ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യം ഫസ്റ്റ്ലി നോക്ക് ടോട്ടൽ പെർസെൻറ്റേജ്. ടോട്ടൽ പെർസെൻറ്റേജ് വന്നിട്ടുള്ളത് സെക്ഷൻ വൈസ് അനാലിസിസ് ആണ്. ടോട്ടൽ പെർസെൻറ്റേജ് വന്നിട്ടുള്ളത് അനാലിറ്റിക്കൽ കെമിസ്ട്രിന്ന് ടോട്ടൽ 5% ക്വസ്റ്റ്യൻസ്. അനാലിറ്റിക്കൽ കെമിസ്ട്രി കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു, ലാബ്, ഇനോർഗാനിക് പ്രാക്ടിക്കലും പ്ലസ് ഓർഗാനിക്കിലെ പ്രാക്ടിക്കൽ വൈസ് ഒരു ക്വസ്റ്റ്യൻസ്. ഞാൻ പ്രാക്ടിക്കൽ കെമിസ്ട്രി മാത്രമാണ് അനാലിറ്റിക്കൽ എടുത്തിട്ടുള്ളൂ. നമ്മളെ ലസേനിയസ് എക്സ്ട്രാക്റ്റും NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്ത ടോപ്പിക്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ ക്രൊമൈൽ ക്ലോറൈഡ് ടെസ്റ്റും നെസ്ലേഴ്സ് റിയേജന്റ്, അതേപോലെ ഡൈമീഥൈൽ ഗ്ലയോക്സിമേറ്റിന്റെ കോംപ്ലക്സ് ഫോർമേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതേപോലെ ഇനോർഗാനിക് സാൾട്ട് എന്ന് വന്ന ക്വസ്റ്റ്യൻസ്, അതാണ് അനാലിറ്റിക്കൽ കെമിസ്ട്രി ഇൻക്ലൂഡ് ചെയ്തത്. ദാറ്റ്സ് ടോട്ടൽ 5% ആണ്. ദെൻ ഇനോർഗാനിക് കെമിസ്ട്രി 28.5%. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ മിനിമം ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെ? ഒന്ന് ക്ലാസിഫിക്കേഷനും ബോണ്ടിങ്ങും ഫസ്റ്റ് ഇയറിന്, പിന്നെ വരുന്നത് D&Fഉം കോർഡിനേഷനും P ബ്ലോക്കും. ഈ 5 ചാപ്റ്റേഴ്സ് നിന്നാണ് അറൌണ്ട് 28.5% ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഓക്കെ, ദെൻ ഫിസിക്കൽ കെമിസ്ട്രി 27.5% ആണ്. ഫിസിക്കൽ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള 27.5%. അതിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് ഇനോർഗാനിക് ആണ്. ടോട്ടലി ഈ വർഷത്തെ പ്രോബ്ലം ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ് ആസ് കമ്പയർഡ് ടു ലാസ്റ്റ് ഇയേഴ്സ്. ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി ആണ് മാസ്റ്റർ. ഓർഗാനിക് കെമിസ്ട്രി 39% ക്വസ്റ്റ്യൻസ് ഫ്രം ഓർഗാനിക് കെമിസ്ട്രി. ദാറ്റ് മീൻസ് ഈ JEE മെയിൻസിന്റെ ഓവറോൾ 50% അടുത്ത് ക്വസ്റ്റ്യൻ, പകുതിയോളം ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ പകുതിയുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് വന്നത് ഓർഗാനിക് കെമിസ്ട്രിയിൽ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് കിടക്കുന്നതും ഓർഗാനിക് കെമിസ്ട്രിയിലാണ്. ഓക്കെ, ഇനി നോക്കാം. നമ്മൾ ടോട്ടൽ ഓർഗാനിക് കെമിസ്ട്രി എടുത്തുകൊണ്ട് ഞാൻ തുടങ്ങാം. ടോട്ടൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ടോട്ടൽ പെർസെൻറ്റേജ് ആയി തന്നത് 39% ആണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ടോട്ടൽ ക്വസ്റ്റ്യൻസ്, അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ആ ടോട്ടൽ 300 ക്വസ്റ്റ്യൻസ് ആണല്ലോ. ഒരു ചാപ്റ്റർ, ഒരു എക്സാം 30 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 10 എക്സാംസ് ആണല്ലോ. 27, 29, 30, 31, 1. ഈ 5 എക്സാമിന് ഈ 5 ഡേയ്സിൽ 10 എക്സാംസ്, ടോട്ടൽ 300 ക്വസ്റ്റ്യൻസ്. ഔട്ട് ഓഫ് 300 ക്വസ്റ്റ്യൻസ് 39 ക്വസ്റ്റ്യൻസ് ഫ്രം 39%, ദാറ്റ് ഇസ് 116 ക്വസ്റ്റ്യൻസ് ഫ്രം ഓർഗാനിക് കെമിസ്ട്രി. 116 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി. അതിലെ ക്വസ്റ്റ്യൻസിന്റെ ഓരോ ചാപ്റ്ററിന്ന് വന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ഞാൻ പറയാം, പെർസെൻറ്റേജ് ഞാൻ പറയാം. സോ ഫസ്റ്റ് നമ്മൾ ഈ ബേസിക് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്, നമ്മൾ ഈ എക്സ്പെഷ്യലി ഓർഗാനിക് കെമിസ്ട്രിക്ക് ഒരു പ്രശ്നമുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ എക്സാം എഴുതിയ ആളുകളാണ്, നിങ്ങൾക്കറിയാം നമ്മളെങ്ങനെ ഹൈഡ്രോബൊറേഷൻ, ഓക്സിഡേഷൻ, അത് കഴിഞ്ഞ് ഹാലോ ആൽക്കൈൻസിലെ സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ നേരെ പോകുന്ന അമൈൻസിലെ
ഡൈസോട്ടൈസേഷൻ അല്ലെങ്കിൽ അമൈൻസിലെ ഏതെങ്കിലും റിയാക്ഷൻസോ റിഡക്ഷൻസോ അല്ലെങ്കിൽ ആൽഡിഹൈഡ്സോ ആസിഡോ ഒക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് മെക്കാനിസം ബേസ്, ഞാൻ ഈ ബേസിക് ഓർഗാനിക്കിനെ 4 ടോപ്പിക്കാക്കി കട്ട് ചെയ്തു. നമ്മൾ ബേസിക് ഓർഗാനിക് കെമിസ്ട്രിയെ 4 ടോപ്പിക്കായിട്ട് ഞാൻ കട്ട് ചെയ്തു. എന്തൊക്കെ ചെയ്തത്? ഐസോമറിസം, IUPAC നെയിമിംഗ്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, റിയാക്ഷൻ മെക്കാനിസം, ഇങ്ങനെ 4 ടോപ്പിക്കാക്കി മാറ്റി. അതിൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഉണ്ട്? ഡയറക്റ്റ് ഐസോമറിസം ആയിട്ട് നമ്മൾ സിസ് ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്, ഇതിന് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഉണ്ടായിരുന്നു. നമുക്കറിയാം മോണോക്ലോറോ പ്രോഡക്റ്റ് എഴുതിയിട്ട് അതിൽ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് അതിൽ കൈറാൽ കാർബൺ കാണാനും ഒപ്റ്റിക്കൽ ഐസോമേഴ്സിന്റെ എണ്ണൊക്കെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. സോ 5 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. നോക്കാം, 5 ക്വസ്റ്റ്യൻസ് ആണ് ഐസോമറിസം ബേസ് ചെയ്ത് വന്നത്. 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത് ഏതൊക്കെ ഡേയ്സിലാന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നത്, ഏതൊക്കെ ഡേയ്സിലാണ് ഐസോമറിസം ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നത്. 29th 2 ക്വസ്റ്റ്യൻസ്, മോർണിംഗിലും ഈവനിങ്ങിലും ഐസോമറിസം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നു. പിന്നെ വന്നത് 30th ഈവനിങ് സെഷനിലാണ്. 30th ഈവനിങ് സെഷനിൽ 2 ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഫൈനലി പിന്നെ വന്നത് നമ്മളെ ഫെബ്രുവരി 1 മോർണിംഗ് സെഷനിലും 1 ക്വസ്റ്റ്യൻസ് ആണ് ഐസോമറിസം വന്നത്. ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ്. ദെൻ IUPAC നെയിമിംഗ് സെയിം 5 ക്വസ്റ്റ്യൻസ് ആണ്. IUPAC നെയിമിംഗ് 5 ക്വസ്റ്റ്യൻസ് വന്നത് എങ്ങനെ? 5 ഡേയ്സിലാണ്. ഓക്കെ, ഫസ്റ്റ് എക്സാമിന് 27th മോർണിംഗിൽ 1 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പിന്നെ 30th മോർണിംഗിൽ 1 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, 30th ഈവനിങ് ഉണ്ടായിരുന്നു, 31st മോർണിംഗ്, 31st ഈവനിങ്. അങ്ങനെ 5 പേപ്പറിൽ 5 നെയിമിംഗ് ക്വസ്റ്റ്യൻസ് IUPAC നോമൻക്ലേച്ചർ. അതൊരു ഹെവി ക്വസ്റ്റ്യൻ ഒന്നും ആയിരുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് പ്യൂരിഫിക്കേഷൻ, NCERTയിലെ ബേസിക് കോൺസെപ്റ്റ് ലാസ്റ്റ് പാർട്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു എക്സാം ഒഴികെ ബാക്കി എല്ലാ എക്സാംസിനും ക്വസ്റ്റ്യൻസ് വന്നു. 11 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വന്നത്. ഓക്കെ, 11 ക്വസ്റ്റ്യൻസ് വന്നു അതിൽ നിന്ന്. ആ 11 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, ലസേനിയസ് എക്സ്ട്രാക്ട്, അതേപോലെ തന്നെ ക്രോമാറ്റോഗ്രഫി, then distillation, fractional distillation, then ജൽദാൽസ് മെത്തേഡ്, അങ്ങനെ എല്ലാ ഏരിയയും ടച്ച് ചെയ്ത് മെജോറിറ്റി ഏരിയ ടച്ച് ചെയ്തിട്ടും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ 29th, ഓക്കെ 27th ഫസ്റ്റ് ഡേ മോർണിംഗ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാത്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാ പേപ്പറിലും ചോദ്യം വന്നിട്ടുണ്ട്. 11 ക്വസ്റ്റ്യൻസ് വന്നു. 10 എക്സാം ആണ്, ഒന്നാമത്തെ എക്സാമിന് ഇല്ല. പിന്നെ എല്ലാ എക്സാമിനും ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ 2 ക്വസ്റ്റ്യൻസ് വീതം വന്ന് 31st മോർണിംഗിലും, അതേപോലെ തന്നെ ലാസ്റ്റ് എക്സാം ഫെബ്രുവരി 1 ലാസ്റ്റ് ഡേ 2 ക്വസ്റ്റ്യൻസ്. ബാക്കി എല്ലാ എക്സാമിനും 1 ക്വസ്റ്റ്യൻസ്, ഈച്ച് എക്സാംസിനും 1 എക്സെപ്റ്റ് 27th മോർണിംഗ് സെഷൻ. ഈ പ്യൂരിഫിക്കേഷന്റെ ഭാഗത്ത് നിന്ന് മസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ആ ഭാഗമൊന്നും നോക്കാതെ പോയവരുണ്ടാകും. നോക്കൂ, എല്ലാ എക്സാംസിനും 11 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മസ്റ്റ് ആയിട്ട് പഠിക്കണം. അതിന് എന്ത് പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം എല്ലാ ഏരിയനെയും ടച്ച് ചെയ്തിട്ടുകൊണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഒന്നുമില്ല, എല്ലാ ഏരിയയും ടച്ച് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദാറ്റ്സ് 9% ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. ഓക്കെ, 9% ഓഫ് ഓർഗാനിക് കെമിസ്ട്രി അതാണ്. ടോട്ടൽ ഓർഗാനിക് കെമിസ്ട്രിന്റെ 9% പ്യൂരിഫിക്കേഷൻ വന്നു. മനസ്സിലാക്കിക്കോ, 9%. ദെൻ IUPAC നെയിമിങ്ങും ഐസോമറിസും 5% ടോട്ടൽ ഔട്ട് ഓഫ് ഈ 116 ക്വസ്റ്റ്യന്റെ ഞാൻ പെർസെൻറ്റേജ് ആക്കിയതാട്ടോ. റൈറ്റ്. പിന്നെ ഹൈഡ്രോ കാർബൺസ് അല്ല, റിയാക്ഷൻ മെക്കാനിസം. ഈ റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുമ്പം നമ്മൾ എന്ത് ആഡ് ചെയ്തിട്ടുണ്ടാകുന്നതാണ്? റിയാക്ഷൻ മെക്കാനിസം 17 ക്വസ്റ്റ്യൻസ് അപ്രോക്സിമേറ്റ്ലി 15% ആക്കി എടുത്തു. അതിൽ ഈ അസിഡിക് സ്ട്രെങ്ത്, അരോമാറ്റിക് ക്യാരക്ടർ, ലൈക്ക് അസിഡിക് സ്ട്രെങ്ത്, അരോമാറ്റിക് ക്യാരക്ടർ, അങ്ങനെ ഓവറോൾ ടോപ്പിക്സ്, ഈ ബേസിക് റിയാക്ഷൻ മെക്കാനിസം, കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റി, കാർബാനയോൺ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ റിയാക്ഷൻ മെക്കാനിസത്തിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അത് 17 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലി വന്നത്. അത് എല്ലാ എക്സാംസിനും 1, 2, 3 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. 4 ക്വസ്റ്റ്യൻസ് വരെ കണ്ടിട്ടുണ്ട് റിയാക്ഷൻ മെക്കാനിസം ബേസ് ചെയ്തിട്ട്. മാക്സ് 4 ക്വസ്റ്റ്യൻസ് വരെ ഒരു എക്സാം പേപ്പറിൽ മാത്രം ഈ റിയാക്ഷൻ മെക്കാനിസം ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നീട് ഹൈഡ്രോ കാർബൺസ് അറിയാലോ, ഹൈഡ്രോ കാർബൺസ്
മീൻസ് ഹൈഡ്രോകാർബൺസ് ആയിട്ട് ഞാൻ NCERT ബേസ് ചെയ്തിട്ടാണ് ഞാൻ ടോപ്പിക് കൗണ്ട് ചെയ്തത്. അതായത് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്, ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്, പിന്നെ ഹക്കൽസ് 4n+2 പൈ ഇലക്ട്രോൺ റൂൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, പിന്നെ നമുക്കറിയാം ആൽക്കീൻ്റെ അഡീഷൻ, ആൽക്കൈൻ്റെ റിയാക്ഷൻസ്, ആൽക്കൈൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം കൂടെ ടോപ്പിക്ക് ഞാൻ പറയാം, ലാസ്റ്റിലേക്ക് ഞാൻ പറഞ്ഞുതരാം. സോ 16 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ദാറ്റ്സ് 14%. ദെൻ ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അറീൻസ്. സോ 15 ക്വസ്റ്റ്യൻസ് വന്നു. സോ എനിക്ക് തോന്നുന്നു ഞാൻ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് മെജോറിറ്റി ബേസ്ഡ് ഓൺ NCERT ടെക്സ്റ്റ് ബുക്ക്, NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് കൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ്. മീൻസ് അപ്പൊ അങ്ങനെയല്ല ചോദിക്കേണ്ടതെന്നുണ്ടാകും. അതല്ല ഞാൻ പറഞ്ഞത്. NCERT ക്വസ്റ്റ്യൻസിലെ ഡയറക്റ്റ് റിയാക്ഷൻസ്, പിന്നെ നമ്മുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ ആ ബോക്സ് ഉണ്ടല്ലോ, RCN KCN, ലൈക്ക് ആ AgCN KCN സബ്സ്റ്റിറ്റ്യൂഷൻ 2 പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഹലോ ആൽക്കിൻസ് എല്ലാ എക്സാംസിനും ക്വസ്റ്റ്യൻസ് വന്നു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ ആ പോളിഹാലജൻ കോമ്പൗണ്ടിന്റെ യൂസസ് വരെ ഒരു ഡേ ചോദിച്ചിട്ടുണ്ട്. പോളിഹാലജൻ കോമ്പൗണ്ട്സിന്റെ യൂസസ്. സോ ഓൾ ഓവർ NCERTന്റെ എല്ലാ ഭാഗവും ടച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് അലൈൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ടുണ്ട് ഓവറോൾ. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഓക്കെ ആൽക്കഹോൾസ്, ഫിനോൾസ്, ഈതർ 13 ക്വസ്റ്റ്യൻസ് ആണ്. ആൽക്കഹോൾ, ഫിനോൾ, ഈതർ എന്ന് വന്നത് 13 ക്വസ്റ്റ്യൻസ്. പക്ഷെ ചില എക്സാംസിന് നന്നായിട്ട് ചോദിച്ചു, ചില ഡേയ്സ് ആൽക്കഹോളിന് ഒരു ക്വസ്റ്റ്യനും വരാത്തതുണ്ട്. ദാറ്റ് മീൻസ് 30th മോർണിംഗ് സെഷനിലും 31st ഈവനിങ് സെഷനിലും ഫെബ്രുവരി 1st മോർണിംഗ് സെഷനിലൊന്നും ഒറ്റ ക്വസ്റ്റ്യനും ആൽക്കഹോൾസിന് വന്നിട്ടില്ല. ബട്ട് 27th ഈവനിങ് സെഷനിൽ 3 ക്വസ്റ്റ്യനോളം വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ചില ദിവസങ്ങൾ കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻ്റെ എണ്ണം കുറവാണ്. ഓവറോൾ 13 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിൽ ആ ഈതറിന്റെ ക്ലീവേജ് ഒക്കെ ഇല്ലേ, അതെനിക്ക് തോന്നുന്നത് 3 പ്രാവശ്യത്തോളം വന്നിട്ടുണ്ട്. ഈ CO ബോണ്ട് ക്ലീവേജ് ഇൻ ഈതർ, ആ ഒരു ടോപ്പിക് മാത്രം 3 ക്വസ്റ്റ്യനോളം വന്നു. അത് കഴിഞ്ഞിട്ട് ഫിനോളിന്റെ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പോലും അവർ ചോദിക്കാത്തതില്ല. റൈമർ-ടേമൻ റിയാക്ഷൻസ് എത്ര പ്രാവശ്യം ചോദിച്ചു എന്നറിയില്ല, 4 or 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഫിനോളിന്റെ കംപ്ലീറ്റ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഫിനോളിന്റെ അസിഡിക് സ്ട്രെങ്ത്, ലൂക്കാസ് ടെസ്റ്റ്, അസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ, ഹൈഡ്രോബൊറേഷൻ, ഓക്സിഡേഷൻ, ഓവറോൾ ആയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് ആൽക്കഹോൾസ്. ഓക്കെ, ദെൻ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ചോദിച്ച ക്വസ്റ്റ്യന്റെ എണ്ണം 11 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതിൽ കാർബോക്സിലിക് ആസിഡിന് കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് കുറവാണ്. ഒരു കാർബോക്സിലിക് ആസിഡിന്റെ ഹോമോലോഗസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ കോമൺലി അസിഡിക് സ്ട്രെങ്ത് കമ്പാരിസൺ, അതേപോലെ തന്നെ ഹെൽവോൾഹാഡ് സെലൻസ്കി റിയാക്ഷൻ ലൈക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ട്. പിന്നെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് മെജോറിറ്റി ക്വസ്റ്റ്യൻസും വന്നത് നമ്മളെ കാനിസാരോയും ആൾഡോൾ കണ്ടൻസേഷനും റോസൻമണ്ടൊക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻസ്, പിന്നെ ഓൾ റിഡക്ഷൻസ്, ഞാൻ വീണ്ടും പറയുന്നത് എല്ലാ റിഡക്ഷനും, പിന്നെ നമ്മളെ അഡീഷൻ ഓഫ് അമോണിയ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അതൊക്കെയാണ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്. അപ്പൊ നമ്മൾ ചെറിയൊരു ചാപ്റ്റർ ആണ് അമൈൻസ് ചെറിയ ചാപ്റ്റർ ആണ് എന്നാണ് നമ്മളൊക്കെ പറയാറുള്ളത്. പക്ഷെ നന്നായിട്ട് ചോദിച്ചു. 11%, ദാറ്റ് ഇസ് അറൗണ്ട് 13 ക്വസ്റ്റ്യൻസ് ഫ്രം അമൈൻസിന്റെ എല്ലാ ഭാഗത്തും ചോദിച്ചിട്ടുണ്ട്. സോ അമൈൻസിന്റെ പ്രിപ്പറേഷൻസ്, ഹോഫ്മാൻ അമോണോലൈസിസ്, ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ, റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ്, അത് കഴിഞ്ഞ് ബേസിക് സ്ട്രെങ്ത് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡയസോട്ടൈസേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻസ് നടക്കുന്നില്ല കാരണങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചു. സാൻ മേയേഴ്സ്, ഗാറ്റർമാൻസ് എന്തൊക്കെ അതിന്ന് പിന്നെ ഹിൻസ്ബർഗ് ടെസ്റ്റ്, അമൈൻസിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കപ്ലിംഗ് റിയാക്ഷൻസ് ഒക്കെ എല്ലാം വെരി ഡീറ്റെയിൽഡ് ആയിട്ട് അമൈൻസിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അമൈൻസിന് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വരാത്ത 2 എക്സാംസ് അമൈൻസിനുള്ളത്. ദാറ്റ് ഇസ് 27th ഫസ്റ്റ് എക്സാം മോർണിംഗ് എക്സാംസും സെയിം ടൈം 31st മോർണിംഗ് എക്സാമും. ബാക്കി എല്ലാ എക്സാംസിനും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 31st ഈവനിങ് സെഷനിൽ 3 ക്വസ്റ്റ്യൻസ് ഫ്രം അമൈൻസ് ഉണ്ട്, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് അമൈൻസ് എന്ന്. ഓക്കെ, പിന്നെ ബയോമോളിക്യൂളാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്.
ബയോമോളിക്യൂള് എല്ലാ എക്സാമും ഒരു എക്സാം ഒഴികെ മീൻസ് ഒരു എക്സാമും ഇല്ല, എല്ലാ എക്സാമിനും ഓരോ ക്വസ്റ്റ്യൻസ് വീതം ചോദിച്ചു. 10 എക്സാം 10 ക്വസ്റ്റ്യൻ. ബയോമോളിക്യൂളില് 10 എക്സാമിനും ഓരോ ക്വസ്റ്റ്യൻ വീതം, ഒന്നിലും കൂടുതലുമില്ല ഒന്നിലും കുറവുമില്ല. എല്ലാ എക്സാമിനും ഓരോ ക്വസ്റ്റ്യൻസ് ബയോമോളിക്യൂൾസ് വന്നു. ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ്. ഇതാണ് ഓർഗാനിക്കിന്റെ ടോട്ടൽ ആയിട്ടുള്ള അനാലിസിസ്. ക്ലിയർ? അപ്പൊ ഏതൊക്കെ ചാപ്റ്റർ എങ്ങനെയൊക്കെ ചോദിച്ചെന്നില്ല, നമുക്ക് ബാക്കി ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽഡ് പോവാം. ഇനി നമ്മൾ പോകുന്നത് നേരിട്ട് ഫിസിക്കൽ കെമിസ്ട്രിയിലോട്ടാണ്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ നോക്കാം. ഫിസിക്കൽ കെമിസ്ട്രിയിൽ ടോട്ടൽ ഒരു 1 2 3 4 5 6 7 8 ചാപ്റ്റേഴ്സ് ആണ്. അറിയാലോ, +1 ബേസിക് ആറ്റോമിക് സ്ട്രക്ചർ, സ്ട്രക്ചർ ഓഫ് ആറ്റം, ഇക്വിലിബ്രിയം, തെർമോ റിഡോക്സ്, സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്. 8 ക്വസ്റ്റ്യൻസ്, സോറി 8 ചാപ്റ്റേഴ്സ്. 8 ചാപ്റ്റേഴ്സിൽ നിന്ന് 83 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. 83 ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ നമ്മളെ 300ന്റെ അറൌണ്ട് 27.5% ക്വസ്റ്റ്യൻസ് ഫ്രം ഫിസിക്കൽ കെമിസ്ട്രി. ഓക്കെ, അല്ല ഇവിടെയൊക്കെ എത്ര പ്രോബ്ലം ചോദിച്ചു എന്നൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. സോ സൊല്യൂഷൻസ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന ചാപ്റ്റർ സൊല്യൂഷൻസ് ആണ്. 14 ക്വസ്റ്റ്യൻസ്, 14 ക്വസ്റ്റ്യൻസ് ആണ് സൊല്യൂഷൻസ്. അത് ഏതാ ടോപ്പിക്സ് ഞാൻ പറയാം. ഓക്കെ, നമ്പർ 2 സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് 9 ക്വസ്റ്റ്യൻസ്. ദെൻ ഇക്വിലിബ്രിയം 12 ക്വസ്റ്റ്യൻസ്, വളരെ സിമ്പിളും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ആയിരുന്നു എല്ലാം. ആൻഡ് തെർമോഡൈനാമിക്സ് 9 ക്വസ്റ്റ്യൻസ്, കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻ്റെ എണ്ണം കുറവാണ് തെർമോഡൈനാമിക്സ്. കെമിക്കൽ കൈനറ്റിക്സിൽ 10 ക്വസ്റ്റ്യൻസ്. കെമിക്കൽ കൈനറ്റിക്സിന് ശ്രദ്ധിക്കണം. കെമിക്കൽ കൈനറ്റിക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ലൈക്ക് ബയോമോളിക്യൂളിനെ പറഞ്ഞ പോലെ തന്നെ എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻസ്, എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻസ് വീതം ചോദിച്ചതാണ് കെമിക്കൽ കൈനറ്റിക്സ്, ലൈക്ക് നമ്മളെ ബയോമോളിക്യൂൾ പോലെ. ഫൈനലി പിന്നെന്താ വരുന്നത്? ഇലക്ട്രോ കെമിസ്ട്രി 12 ക്വസ്റ്റ്യൻസ്. റിഡോക്സ്, ചെറിയ ചാപ്റ്റർ ആണ് റിഡോക്സ്, ചോദിച്ചടാ. റിഡോക്സ് എന്നും ചോദിച്ചു 10 ക്വസ്റ്റ്യൻസ്. ആൻഡ് ഫൈനലി ബേസിക് കോൺസെപ്റ്റ് നമ്മളെപ്പോഴും ഭീകര ചാപ്റ്റർ ആയിട്ടും മോർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി സെഷൻ 1 ബേസിക് കൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻസ് കുറവാണ്. അറൌണ്ട് 7 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. എൻ്റെ പെർസെൻറ്റേജ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇതാണ് ഓവറോൾ ഫിസിക്കൽ കെമിസ്ട്രി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പോകുന്നത് ഇനോർഗാനിക് കെമിസ്ട്രിയിലേക്കാണ്. സോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഓർഗാനിക്കിനും ഫിസിക്കലിനും സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യും, ഇനോർഗാനിക് മൈൻഡ് ചെയ്യാതെ നമ്മൾ പോവാറുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇനോർഗാനിക് ഈസ് ദ 1/3 ഓഫ് ജൈ കെമിസ്ട്രിയാണ്. നമ്മളെ കെമിസ്ട്രിയുടെ 1/3 ആണ് ഇനോർഗാനിക്. ആ 1/3 കിട്ടാൻ 5 ചാപ്റ്റർ പഠിച്ചാൽ മതി. സിമ്പിളായിട്ട് പഠിക്കാൻ, ചെറിയ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചാപ്റ്ററാണ്. പി ബ്ലോക്ക് വളരെ കുറഞ്ഞ ടോപ്പിക്സേ ഉള്ളൂ. ഓക്കെ, സോ നോക്കാം. DF ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ ശ്രദ്ധിക്കാതെ പോണ ചാപ്റ്റർ. പക്ഷെ സെഷൻ 1 DF ബ്ലോക്ക് എലമെന്റ്സ് ആണ് അങ്ങ് കയറി ഗോൾ അടിച്ചത്. DF ബ്ലോക്ക് മാത്രം 19 ക്വസ്റ്റ്യൻസ് വന്നു. 19 ക്വസ്റ്റ്യൻസ്, 19 ക്വസ്റ്റ്യൻസ് ഫ്രം DF ബ്ലോക്ക് എലമെന്റ്സ്. മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഒരേ കോൺസെപ്റ്റ്, നമ്മൾ പ്രീവിയസ് ഇയർ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും. നമ്മൾ കുറെ ലൈവുകളൊക്കെ നടത്തിയല്ലോ, ആ ലൈവുകളൊക്കെ നടത്തിയിട്ട് എന്ത് കാര്യം ഉണ്ടായി എന്നുള്ളതിന് നിങ്ങൾ അത് കണ്ടവർക്ക് മനസ്സിലാകും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അതാണെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, നമ്മളെ ലൈവ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടായോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഞാൻ വരാം. ഈ 300 ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമുക്കൊന്ന് ഇരിക്കാം, ലൈവിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, എന്തൊക്കെ ടോപ്പിക്സ് എത്ര മാർക്ക് കിട്ടിയിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം DF ബ്ലോക്ക് 19 ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് ഈസ് 22%. ഇനോർഗാനിക്കിലെ 22% ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നാണ് വന്നത്. അതുപോലെ കെമിക്കൽ ബോണ്ടിങ് കണ്ടോ, കെമിക്കൽ ബോണ്ടിങ്ങും സെയിം 24%. ദാറ്റ് മീൻസ് 20 ക്വസ്റ്റ്യൻസ് മാത്രം. 20 ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് തന്നെ ചോദിച്ചു? ദാറ്റ്സ് ഫ്രം കെമിക്കൽ ബോണ്ടിങ്. സോ അതിൻ്റെ ഓവറോൾ എടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു, എല്ലാ എക്സാമിനും 2 ക്വസ്റ്റ്യൻസ് കെമിക്കൽ ബോണ്ടിങ് ഉണ്ട്. ഒരു എക്സാമിന് മാത്രമാണ് ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അത് ഫെബ്രുവരി 27th ഈവനിങ് ഷിഫ്റ്റിൽ
ഒരു ക്വസ്റ്റ്യൻ ബോണ്ടിങ് എന്ന് ചോദിച്ചു. പക്ഷെ അതിന് പകരം എന്ത് ചെയ്തു, 29th ഈവനിങ്ങിൽ 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവരെന്ത് ചെയ്തു, അതിനെ ബാലൻസ് ചെയ്തു. ബാക്കി എല്ലാ എക്സാമിലും മസ്റ്റായിട്ടും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കെമിക്കൽ ബോണ്ടിങ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല, കെമിക്കൽ ബോണ്ടിങ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാൻ ഈസിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിച്ചിട്ടുണ്ടോ എന്നും മാർക്ക് വെച്ച് നമുക്ക് നോക്കാം. സോ പിന്നീട് നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ. നമ്മൾ മൈൻഡ് ചെയ്യാത്ത ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻസ്. നോക്കിയേ, ബേസിക് കോൺസെപ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തന്നു, 7 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അങ്ങനെ ആവണമെന്നില്ല, കഴിഞ്ഞ സെഷന് ഞാൻ സെഷന്റെ അനാലിസിസ് ആണ്, അതുകൊണ്ട് ബേസിക് കോൺസെപ്റ്റ് ഇമ്പോർട്ടൻസ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. സോ ക്ലാസിഫിക്കേഷൻ മാത്രം ചോദിച്ചത് 13 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് 15. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് അറ്റോമിക് പ്രോപ്പർട്ടിക്ക് അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, അതേപോലെ അയണൈസേഷൻ എന്താൽപ്പിയൊക്കെ ഓവറോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അതിന് പി ബ്ലോക്കിലെ സെഷൻ അല്ലേ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. നമ്മൾ അയണൈസേഷൻ എന്താൽപ്പിയൊക്കെ ഓവറോൾ ആയിട്ടാണ് പറയാ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. അപ്പൊ 13 ക്വസ്റ്റ്യൻസ് ഫ്രം ക്ലാസിഫിക്കേഷൻസ്. പി ബ്ലോക്ക് എന്ന് മാത്രം ചോദിച്ചു 17 ക്വസ്റ്റ്യൻസ്. 17 ക്വസ്റ്റ്യൻസ് പി ബ്ലോക്ക് എന്ന് മാത്രം ചോദിച്ചു. ഓക്കെ, നിങ്ങൾ ലൈവിന്റെ PPT ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെടുത്ത ക്ലാസിന്റെ PPT ഒക്കെ ഉണ്ട്. ആ PPT വെച്ച് ഈ ക്വസ്റ്റ്യൻ ഇനോർഗാനിക് ഒന്ന് അനലൈസ് ചെയ്തു. ഒരു ക്വസ്റ്റ്യനും പുറത്തു പോകാനില്ല. ഈ 86 ക്വസ്റ്റ്യൻസും നമ്മൾ ടച്ച് ചെയ്ത് പോയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെ അല്ലാത്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. മീൻസ് അത്രയും നമ്മൾ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സിനാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 17 ക്വസ്റ്റ്യൻസ് ആണ് വന്നത് പി ബ്ലോക്കിൽ നിന്ന്. അതിൽ ഒരു ക്വസ്റ്റ്യൻസ് ഓസോണിന്റെ ഒരു റിയാക്ഷൻസ് വന്നിട്ട് PbSO4 ആകുന്ന റിയാക്ഷനിൽ എത്ര ഓസോൺ വേണം എന്നുള്ളത്. ബാക്കിയൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പി ബ്ലോക്കിനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതാ. ആ സാധനങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഫൈനലി കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട് ഒക്കെ എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സെയിം മാഗ്നറ്റിക് മൊമെന്റും കളറും ഞാൻ ടോപ്പിക് വൈസ് ഞാൻ വരുന്നുണ്ട്, അതിലേക്ക് ഞാൻ പിന്നീട് ഞാൻ വരാം. സോ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്നും 17 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ദാറ്റ് ഇസ് 19% ഓഫ് ഇനോർഗാനിക് കെമിസ്ട്രി കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഓരോ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം നോക്കൂ, പെർസെൻറ്റേജ് നോക്കൂ, ടോട്ടൽ ക്വസ്റ്റ്യൻസ് നോക്കൂ. ആൻഡ് ഫൈനലി അനാലിറ്റിക്കൽ കെമിസ്ട്രി. അതെന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ പ്രാക്ടിക്കൽ കെമിസ്ട്രി ആണ്. ക്വാളിറ്റേറ്റീവ്, അതിൽ ഓർഗാനിക് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഓർഗാനിക്കിലെ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും എസ്റ്റിമേഷനൊക്കെ നമ്മൾ വേറെ ബേസിക് ഓർഗാനിക്കിൽ സംസാരിച്ചു കഴിഞ്ഞു. ഇത് ഇനോർഗാനിക് ഫിസിക്കൽ ടൈട്രേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ് വന്നു. ഈ അനാലിറ്റിക്കൽ കെമിസ്ട്രി ഒരു പ്രത്യേകത, എല്ലാ ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻസ് വന്നു. ഒരു ഷിഫ്റ്റിൽ മാത്രം ക്വസ്റ്റ്യൻ കാണാത്തത്, അനാലിറ്റിക്കൽ കെമിസ്ട്രിയിൽ ക്വസ്റ്റ്യൻ കാണാത്തത് 31st ഈവനിങ്ങിൽ അനാലിറ്റിക്കൽ കെമിസ്ട്രി ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല. ദെൻ 29th ഈവനിങ്ങിൽ 3 ക്വസ്റ്റ്യൻസ് വരെ കണ്ടിട്ടുണ്ട്. റിമൈനിങ് 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 1 ക്വസ്റ്റ്യൻ ആയിട്ട് അനാലിറ്റിക്കൽ കെമിസ്ട്രിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കോമൺ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പം ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്ന ആനയോൺസും, അതേപോലെ തന്നെ ക്രൊമൈൽ ക്ലോറൈഡ് ടെസ്റ്റ്, നെസ്ലേസ് റിയേജന്റ്, പിന്നെ നമ്മളെ നിക്കലിന്റെ DMG ഉപയോഗിച്ചുള്ള കോംപ്ലക്സ് ഫോർമേഷന്റെ ടെസ്റ്റും കളറും. ഓക്കെ, അപ്പൊ അനാലിറ്റിക്കൽ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് നോട്ട്. അനാലിറ്റിക്കൽ കെമിസ്ട്രിയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കണം. 5% ഓഫ് ടോട്ടൽ കെമിസ്ട്രി അനാലിറ്റിക്കൽ, ദാറ്റ് ഇസ് 15 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് ടോട്ടൽ. ഓർഗാനിക് കെമിസ്ട്രി 39% അപ്രോക്സിമേറ്റ്ലി, 27.5% ഇനോർഗാനിക്, 28.5% ഇനോർഗാനിക്, 27.5% ഫിസിക്കൽ, ആൻഡ് ടോട്ടൽ 5% ആണ് ആരുള്ളത്, അനാലിറ്റിക്കൽ കെമിസ്ട്രി ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഓരോ ചാപ്റ്ററിലേക്ക് ഒന്ന് കയറി ചെന്നേക്കാം. വേഗം പറയാം, ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ പറഞ്ഞു പോവാം. ഓരോ ചാപ്റ്ററിനും ഏതൊക്കെ ടോപ്പിക് എത്ര ക്വസ്റ്റ്യൻസ് വീതം കണ്ടു എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് D&F ബ്ലോക്ക് എലമെന്റ്സ്. ഈ D&F ബ്ലോക്ക് എലമെന്റ്സ് NCERT ഏറ്റവും ലാസ്റ്റ്. നിങ്ങൾക്കറിയാലോ D&F ബ്ലോക്ക് എലമെന്റ്സ് എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ സംസാരിച്ചത്. D&F ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് 19 ആണ്. 19 ക്വസ്റ്റ്യൻ ഫ്രം D&F ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് D&F ബ്ലോക്ക് എലമെന്റ്സ് ലാസ്റ്റ് വിൽക്കിൻസൺ കാറ്റലിസ്റ്റും സെയ്ഗ്ലാർ വിൽക്കിൻസൺ കാറ്റലിസ്റ്റും പിന്നെ വാക്കർ പ്രോസസ്സും ഒക്കെ പറയുന്ന ഭാഗം, അവിടുന്ന് ക്വസ്റ്റ്യൻസ് വന്നു. ഓക്സിഡേഷൻ നമ്പർ ഓഫ് F ബ്ലോക്ക് ഒരു ക്വസ്റ്റ്യൻസ് അവിടെ നിന്നും ചോദിച്ചു.
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് വിട്ടുകൊടുക്കരുത് കേട്ടോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷന് എത്ര ക്വസ്റ്റ്യൻസ് അറിയാം? 4 ക്വസ്റ്റ്യൻസ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ സെഷനിൽ ചോദിച്ചത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അത് ഏതൊക്കെ ആവാം? ട്രാൻസിഷൻ മെറ്റലും ഉണ്ട്, എഫ് ബ്ലോക്ക് എല്ലാം ഇന്നർ ട്രാൻസിഷനും ഉണ്ട്. അതേപോലെ പൊട്ടാഷ്യം ഡൈക്രോമേറ്റും പൊട്ടാഷ്യം പെർമാംഗനേറ്റും അതിന്റെ സ്ട്രക്ചർ വൈസ് ക്വസ്റ്റ്യൻസ് ഞാൻ താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓക്സിഡൈസിങ് നേച്ചർ, റെഡ്യൂസിങ് നേച്ചർ, പ്രോപ്പർട്ടീസ്, തെർമൽ ഡീകമ്പോസിഷൻ ലൈക്ക് ആ കോമ്പൗണ്ടിന് മാത്രം 8 ക്വസ്റ്റ്യൻസ്. ആ 2 കോമ്പൗണ്ടിനെ മാത്രം റിലേറ്റ് ചെയ്തിട്ട് 8 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോറി 8 അല്ല 4 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് ഈ 2 ടോപ്പിക് എന്നാണ് ഡി ആൻഡ് എഫ്. പിന്നെ നോർമൽ മെറ്റാലിക് ബോണ്ട്, അയോണൈസേഷൻ എൻതാൽപ്പി, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓർമ്മണ്ടല്ലേ? M2+ പറയാം, M3+ പറയാം, M2+. അതേപോലെ മാഗ്നറ്റിക് മൊമെന്റ് ഞാൻ നോർമലി പറയുന്ന ഒരു ടോപ്പിക് ആയിരുന്നു മാഗ്നറ്റിക് മൊമെന്റ്. മാഗ്നറ്റിക് മൊമെന്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. ഒന്നുകിൽ കോംപ്ലക്സ് എന്ന് വരും, അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽ എന്ന് വരും മാഗ്നറ്റിക് മൊമെന്റുമായി റിലേറ്റ് ചെയ്ത്. ഈ വർഷവും അതിന്റെ ഫോമിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അതിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് 3 ക്വസ്റ്റ്യൻസ്. പിന്നെ കളർ ഓഫ് അയോൺസ്, ഓക്സൈഡ്സും പ്രോപ്പർട്ടീസും, പിന്നെ സ്ട്രക്ചർ റിലേറ്റഡ് KMnO4 ആൻഡ് K2Cr2O7 സ്ട്രക്ചർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും വന്നു. ഓക്കെ, പിന്നീട് റിഡോക്സ് റിയാക്ഷനിലേക്ക് നമ്മൾ പോവാം. റിഡോക്സ് റിയാക്ഷനിലെ ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റിഡോക്സ് റിയാക്ഷനിൽ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആണ്. ആകെ ചെറിയൊരു ചാപ്റ്ററാണ്, ആകെ ഒരു 4 കോൺസെപ്റ്റ് അതിലുള്ളത്. അതിനെ ബേസ് ചെയ്ത് 10 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആ 10 ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചാപ്റ്റർ അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് എന്ന് പറയാം. ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്, അതിന്റെ സ്ട്രെങ്ത് റിലേറ്റഡ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓക്സിഡൈസിങ് ഏജന്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെഡ്യൂസിങ് ഏജന്റ്, അങ്ങനെ ചോദിച്ച 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ടു കാൽക്കുലേറ്റ് ഓക്സിഡേഷൻ നമ്പർ, ഒരു കോമ്പൗണ്ട് ഓക്സിഡേഷൻ നമ്പർ കാണാൻ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നുണ്ടായിരുന്നു. പിന്നെ ശ്രദ്ധിക്കണേ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് ബാലൻസിങ് ആണ്. റിഡോക്സ് റിയാക്ഷന്റെ ബാലൻസിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ ഡിസ്പ്രപ്പോർഷനേഷനും ചോദിച്ചു. ഡിസ്പ്രപ്പോർഷനേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻസ് ഡിസ്പ്രപ്പോർഷനേഷനും വന്നു. അങ്ങനെ ഓവറോൾ 10 ക്വസ്റ്റ്യൻസ് ഫ്രം റിഡോക്സ്. ദെൻ ഇലക്ട്രോ കെമിസ്ട്രി നോക്കിയേ. ഇലക്ട്രോ കെമിസ്ട്രിന്ന് വന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം 12 ആണ് അല്ലെ? ഇലക്ട്രോ കെമിസ്ട്രി 12 ക്വസ്റ്റ്യൻസ് നമ്മളോട് ഓവറോൾ ചോദിച്ചത്. റിഡോക്സ് 10 എന്ന് പറഞ്ഞു, ഹിയർ 19 എന്ന് പറഞ്ഞു, ഇലക്ട്രോ 10. നേൺസ് ഇക്വേഷൻ, ആ 10ല് എത്ര പ്രോബ്ലംസ് ഉണ്ട് എന്ന് അറിയാം? 7 പ്രോബ്ലംസ്. കമ്പാരിറ്റീവ്ലി പ്രോബ്ലം കുറവാണ്. ഈ 10ല് 7 പ്രോബ്ലംസ് ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് പോണേ. ആ 7 പ്രോബ്ലംസ് എവിടുന്നാ ചോദിച്ചത്? സോ നേൺസ് ഇക്വേഷൻ 2 പ്രോബ്ലം. ആ 2 പ്രോബ്ലവും ഹൈഡ്രജൻ ഇലക്ട്രോഡ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. ആ 2 പ്രോബ്ലവും ഹൈഡ്രജൻ ഇലക്ട്രോഡ് ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലം ആണ്. പിന്നെ ഫാരഡേസ് ഫസ്റ്റ് ലോ മെജോറിറ്റി ഷിഫ്റ്റിലും, അതായത് മാക്സിമം ഡേയ്സിലും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഫാരഡേസ് ഫസ്റ്റ് ലോ ബേസ്ഡ് W is equal to ZIT. ആ ഇക്വേഷന് ബേസ് ചെയ്തിട്ട് 5 പ്രോബ്ലംസ്. ഓക്കെ, പിന്നെ കണ്ടക്ടേഴ്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കണ്ടക്ടിവിറ്റി ബേസ് ചെയ്തിട്ടും കണ്ടക്ടറിന്റെ റേഞ്ച് ബേസ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻസ് കണ്ടു. പിന്നെ ബാറ്ററിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ്, കൊറോഷനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻസ്, പിന്നെ ഒരു പ്രോബ്ലം കൂടെ വന്നു. അപ്പോൾ 7 8 പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം എന്താ അറിയോ? ΔGE0, ΔG is equal to -NFE0. ആ ഒരു ഇക്വേഷന് ബേസ് ചെയ്തിട്ടും ഒരു പ്രോബ്ലം. അപ്പോൾ ടോട്ടൽ 8 പ്രോബ്ലംസ് ഫ്രം ഇലക്ട്രോ കെമിസ്ട്രി ഔട്ട് ഓഫ് 12 ക്വസ്റ്റ്യൻസ്. 12 ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അതിൽ 8 പ്രോബ്ലംസ് ആയിരുന്നു ഇലക്ട്രോ കെമിസ്ട്രി. ദെൻ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത ചാപ്റ്റർ ആയിരുന്നു, പക്ഷെ കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. സോ ആസിഡ് ബേസ്ഡ് ന്യൂട്രലൈസേഷൻ എന്നൊരു ക്വസ്റ്റ്യൻസും, മോൾ കോൺസെപ്റ്റ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻസും, പിന്നെ സ്റ്റോഷ്യോമെട്രി, നമ്മളെ കമ്പഷൻ ഓഫ് ഹൈഡ്രോ കാർബൺസ്, അതുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷന്റെ സ്റ്റോഷ്യോമെട്രി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 7. ഈ 7 ക്വസ്റ്റ്യൻസും 7ഉം പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഇവിടുന്നും വന്ന പ്രോബ്ലംസിന്റെ എണ്ണം 7 പ്രോബ്ലംസ് ഫ്രം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. ഇതൊക്കെ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ അതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് കാണാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സൊല്യൂഷൻസ് ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഫിസിക്കൽ കെമിസ്ട്രി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ചാപ്റ്റർ ആണ് സൊല്യൂഷൻസ്. സൊല്യൂഷൻസിൽ 14 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. സൊല്യൂഷൻസ് 14 ക്വസ്റ്റ്യൻസ് ആണ്.
ഈ 14 ക്വസ്റ്റ്യൻസിൽ കോൺസെൻട്രേഷൻ ടേംസ് എന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത്. കോൺസെൻട്രേഷൻ ടേംസിൽ 6 ക്വസ്റ്റ്യൻസ്, ഈ 6 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യനും പ്രോബ്ലം ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ, മൊളാലിറ്റി ആ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമാണ് പ്രോബ്ലം അല്ലാതെ വന്നിട്ടുള്ളത്. പിന്നെ മൊളാലിറ്റി റിലേഷൻ, വെയിറ്റ് പെർസെൻറ്റേജ്, മൊളാലിറ്റി റിലേഷൻ, മോൾ ഫ്രാക്ഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ദെൻ റൗൾസ് ലോയുടെ ക്വസ്റ്റ്യൻസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നു. 4 പ്രോബ്ലംസ്. അപ്പോൾ ഹിയർ എനിക്ക് തോന്നുന്നു ഇവിടെ മെജോറിറ്റി അപ്രോക്സിമേറ്റ്ലി ഒരു 10 പ്രോബ്ലംസ് സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്രോക്സിമേറ്റ്ലി 10 പ്രോബ്ലം സൊല്യൂഷൻസ്, പിന്നെ ഒരു വാൻ ഹോഫ് ഫാക്ടറിന്റെ ഒരു ക്വസ്റ്റ്യൻസ്. ഈ 4 ടോപ്പിക്കാണ്. ഈ 4 ടോപ്പിക്ക് തന്നെയുള്ളൂ സൊല്യൂഷൻസ് ഹെൻറീസ് ലോ കണ്ടിട്ടില്ല. ഫസ്റ്റ് കോൺസെൻട്രേഷൻ ടേം കംപ്ലീറ്റ് ചോദിച്ചു. പിന്നെ റൗൾസ് ലോ ഒന്ന് അസിയോട്രോപ്സ്, അതേപോലെ ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ, പിന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഓസ്മോട്ടിക് പ്രഷറും ഡെൽറ്റ ടി എഫും RLVP പ്രോപ്പർ ക്വസ്റ്റ്യൻസ് കണ്ടില്ല. ബാക്കിയെല്ലാം ടച്ച് ചെയ്തു. പിന്നെ അസോസിയേഷൻ ഡിസോസിയേഷൻ ബേസ്ഡ്, വൺ ഹോഫ് ഫാക്ടർ, കറക്ഷൻ ഫാക്ടർ. സോ കെമിക്കൽ ബോണ്ടിങ്, ഇനോർഗാനിക്കിലെ 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബോണ്ടിങ്ങിൽ അല്ലെ. മാക്സിമം ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ച ചാപ്റ്റർ ആണ് കെമിക്കൽ ബോണ്ടിങ് 20. സോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലാതെ എടുത്ത ടോപ്പിക് എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്. നമ്മൾ ഈ ഡൈപോൾ മൊമെന്റ് ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ 5 ക്വസ്റ്റ്യൻസ് വന്നത് ഡൈപോൾ മൊമെന്റ് മാത്രമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പോളാർ, നോൺ പോളാർ, പിന്നെ അതേപോലെ തന്നെ Q×D വെച്ച് ഡൈപോൾ മൊമെന്റ് കാണാൻ, റൈറ്റ്. ഡൈപോൾ മൊമെന്റ് എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. പിന്നെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി, MOT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. MOT 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറവൊന്നുമില്ല. MOT 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, റൈറ്റ്. 4 ക്വസ്റ്റ്യൻസ് ഫ്രം MOT. പിന്നെ ഹൈബ്രിഡൈസേഷൻ 2 ക്വസ്റ്റ്യൻസ്. പിന്നീട് VSEPR തിയറി 3 ക്വസ്റ്റ്യൻസ്. അയണിക് ബോണ്ട് സ്ട്രെങ്ത് കമ്പാരിസൺ ഒക്കെയാണ്. അയണിക് ബോണ്ടിൽ 2 ക്വസ്റ്റ്യൻസ് അയണിക് ബോണ്ടിൽ നിന്നുണ്ട്. പിന്നെ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇന്ററും ഇൻട്രയും, അതിൽ ഇന്ററുള്ള മോളിക്യൂൾ ഏതാന്നൊക്കെ ചോദിച്ച് ഓർത്തോനൈട്രോഫിനോൾ തന്ന് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വാലൻസ് ബോണ്ട് തിയറി 1 ക്വസ്റ്റ്യൻസ്. ഹൈഡ്രജൻ ബോണ്ട് ഞാൻ ഇവിടെ എണ്ണി, ദാറ്റ്സ് 1 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതായിരുന്നു കെമിക്കൽ ബോണ്ട്. തെർമോഡൈനാമിക്സിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചോദിച്ച എണ്ണം വളരെ കുറവാണ്. തെർമോഡൈനാമിക്സിൽ ചോദിച്ച ക്വസ്റ്റ്യന്റെ എണ്ണം കുറവാണ്. എനിക്ക് തോന്നുന്നു മാക്സിമം 9 ക്വസ്റ്റ്യൻസ് ആണ്. 9 ക്വസ്റ്റ്യൻസ് ആണ് തെർമോയിൽ ചോദിച്ചത്. 9 ക്വസ്റ്റ്യൻസ്. ഈ 9 ക്വസ്റ്റ്യൻസിൽ മക്കളെ 7 ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ആയിരുന്നു. അതും ആഫ്റ്റർ 20 ന്യൂമറിക്കൽ വാല്യൂ ബേസ്ഡ്, ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിലായിരുന്നു മെജോറിറ്റി എക്സാമിനും നമ്മൾ തെർമോഡൈനാമിക്സിനെ കണ്ടത്. തെർമോഡൈനാമിക്സ് ചോദിച്ചത് 9 ക്വസ്റ്റ്യൻസ്, എല്ലാ ദിവസവും 1 ക്വസ്റ്റ്യൻസ് വീതം, എക്സെപ്റ്റ് 31st മോർണിംഗ്, 31-ാം തീയതി മോർണിംഗ് ഷിഫ്റ്റ് ഒഴികെ ബാക്കി എല്ലാ ഷിഫ്റ്റിനും 1 ക്വസ്റ്റ്യൻസ് വീതം തെർമോഡൈനാമിക്സ് ഉണ്ടായിരുന്നു. അതില് കൊണ്ടും ഞാൻ പറയുന്നു മെജോറിറ്റി ക്വസ്റ്റ്യൻസ് 7 ക്വസ്റ്റ്യൻസും പ്രോബ്ലം ആഫ്റ്റർ 20 to 30 അവരെ പൊസിഷൻ കടന്നുണ്ടായിരുന്നത്. ഇനി ഏതൊക്കെ ടോപ്പിക്സ് നമുക്ക് ജസ്റ്റ് നോക്കാം. സ്പോണ്ടേനിറ്റി, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോണ്ടേനിറ്റി അതിന്റെ കണ്ടീഷൻസ്. ഗിബ്സൺ ഡെൽറ്റ ജി KC റിലേഷൻ ബേസ്ഡ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം, 2 പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹീറ്റ് ഓഫ് റിയാക്ഷൻസ്, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ബേസ് ചെയ്ത് 2 പ്രോബ്ലം. പിന്നെ മെക്കാനിക്കൽ വർക്കിനെ ബേസ് ചെയ്തിട്ട് 2 പ്രോബ്ലം. ഫസ്റ്റ് ലോ ബേസ് ചെയ്ത് ഒരു നോർമൽ ക്വസ്റ്റ്യനും പിന്നെ ഒരു പ്രോബ്ലംസ്. അങ്ങനെ ടോട്ടൽ 7 പ്രോബ്ലംസ്. ആൻഡ് ഫ്രം ബേസ്ഡ് ഓൺ എത്ര ടോപ്പിക്കാ, 1 2 3 4 5 ടോപ്പിക്കാ തെർമോ എന്ന് ചോദിച്ചിട്ടുള്ളത്. ദെൻ നമ്മളെ ഇനോർഗാനിക് ചാപ്റ്റർ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്, 13 ക്വസ്റ്റ്യൻസ് വന്നു. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, മോഡേൺ പീരിയോഡിക് ടേബിളിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ബേസ് ചെയ്ത് 2 ക്വസ്റ്റ്യൻസ്. പിന്നെ അയോണൈസേഷൻ എൻതാൽപ്പി ബേസ് ചെയ്ത് 3 ക്വസ്റ്റ്യൻസ്. പിന്നെ നോക്കൂ, എല്ലാ ടോപ്പിക്കും ടച്ച് ചെയ്തിട്ടുണ്ട്. മോഡേൺ പീരിയോഡിക് ടേബിള്, അണ്ണീയത്തിന്റെ ഗ്രൂപ്പ് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അണ്ണീയം. അതേപോലെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഗ്രൂപ്പ് 14 ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ചോദിച്ച്. അനോമലസ് ബിഹേവിയർ ഓഫ് ഓക്സിജൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ്സുകൾ കേട്ടോ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്സൈഡ്സ്, മെറ്റാലിക് പ്രോപ്പർട്ടി, നോൺ മെറ്റാലിക് പ്രോപ്പർട്ടി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓരോ പ്രോപ്പർട്ടീസും പറയുമ്പം അതിലെ പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യനും അതിൻ്റെ ഇമ്പോർട്ടൻസും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു.
നിങ്ങൾ എത്രത്തോളം എത്ര ആളുകൾ അത് പഠിച്ചെന്നും എത്രത്തോളം ആളുകൾ സ്കോർ ചെയ്തെന്നും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ ഈ ഓക്സൈഡ് ഒക്കെ നമ്മൾ എത്രയോ ടൈംസ് പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്സൈഡ് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ പി ബ്ലോക്കിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് റിമൈനിങ് ഓക്സൈഡ്സുകളൊക്കെ. ഇവിടെ കോമൺ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ ഓക്സൈഡ് നിന്ന് ആഡ് ചെയ്താണ്. ഓക്കെ, പിന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസിന്റെ എണ്ണം എക്സ്പെക്റ്റഡിനേക്കാളും കുറവാണ്. 9 ക്വസ്റ്റ്യൻസേ ഉള്ളൂ സ്ട്രക്ചർ ഓഫ് ആറ്റം. ഞാൻ നേരത്തെ തെർമോ പറഞ്ഞതുപോലെ, തെർമോഡൈനാമിക്സ് പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻസ് ചെയ്ത ഈ സ്ട്രക്ചറിൽ ചോദിച്ചത്, എക്സെപ്റ്റ് ഫെബ്രുവരി ഈവനിങ് സെഷനിൽ മാത്രമാണ് ക്വസ്റ്റ്യൻസ് മിസ് കാണാത്തത്. ഫെബ്രുവരി ഈവനിങ് സെഷനിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം ക്വസ്റ്റ്യൻസ് ഇല്ല. ബാക്കി എല്ലാ എക്സാംസിനും ഒരു ക്വസ്റ്റ്യൻസ് വീതം സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നുണ്ട്. അതിൽ ബോർ മോഡലിന് ഒരു ക്വസ്റ്റ്യൻസ് നോക്കൂ, ബോർ മോഡലിന് 2 ക്വസ്റ്റ്യൻസ്, ക്വാണ്ടം നമ്പറിന് 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, ഡി ബ്രോഗ്ലി കോൺസെപ്റ്റ്, കാൽക്കുലേഷൻ ഓഫ് നോഡ്, ലൈക്ക്. ഇതാണ് ചോദിച്ച ടോപ്പിക്സ് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നത്. ബോർ മോഡൽ, ക്വാണ്ടം നമ്പർ, ഹൈഡ്രജൻ സ്പെക്ട്രം, ഡി ബ്രോഗ്ലി കോൺസെപ്റ്റ്, കാൽക്കുലേഷൻ ഓഫ് നോഡ്. ആഫ്റ്റർ ദാറ്റ് ഇക്വിലിബ്രിയം ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിന് 12 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഒരു 15-16 ക്വസ്റ്റ്യൻസ് ഒക്കെ 15 or 16 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ 12 ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ശ്രദ്ധിക്കുക, എല്ലാ ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എക്സെപ്റ്റ് ഫെബ്രുവരി ഈവനിങ്. ഈ പല പ്രധാന സ്ട്രക്ചർ ഓഫ് ആറ്റം, അതേപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം ഒക്കെ പറഞ്ഞ പോലെ ഫെബ്രുവരി ഈവനിങ്ങിൽ ഇക്വിലിബ്രിയത്തിൽ നിന്നും ചോദിച്ചിട്ടില്ല. ബാക്കി എല്ലാ എക്സാമിനും ചോദിച്ചു. 10 പ്രോബ്ലംസ് ആണ് ഇതിൽ നമ്മൾ ഫേസ് ചെയ്തത്. 10 പ്രോബ്ലംസ്, 10 പ്രോബ്ലംസ് ആണ് ഉണ്ടായിരുന്നത്. ഞാൻ പ്രോബ്ലത്തിന്റെ എണ്ണം മാർക്ക് ചെയ്തേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ പ്രോബ്ലം ചോദിച്ച ഒരു ചാപ്റ്റർ ആണ് ഇക്വിലിബ്രിയം. നാം കണ്ടല്ലോ. പിന്നെ തെർമോഡൈനാമിക്സ് കണ്ടു, ഇലക്ട്രോ കെമിസ്ട്രി ഒക്കെ കണ്ടു. ഓക്കെ, എവിടുന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു? ഒന്ന് ഡയറക്റ്റ് ആയിരുന്നു, ബ്രോൺസ്റ്റഡ്-ലൗറി കോൺസെപ്റ്റ്. പിന്നെ KP-KC റിലേഷൻ വെച്ചൊരു ക്വസ്റ്റ്യൻസ്, സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് വെച്ചൊരു അടിപൊളി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 100 ഗ്രാമിലെ സൊല്യൂട്ടിന്റെ അളവ് തന്നിട്ട് KSP കാണാനുള്ള കാൽഷ്യം ഫോസ്ഫേറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതേപോലെ കാൽക്കുലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 3 പ്രോബ്ലംസ് ആയിരുന്നു. ബഫർ സൊല്യൂഷൻ ബേസ് ചെയ്ത ഒരു പ്രോബ്ലം, എക്സ്പ്രഷൻ ഓഫ് KC, അതേപോലെ pH ഓഫ് സാൾട്ടിന്റെ pH കാണാനുള്ള 3 പ്രോബ്ലംസ്. അപ്പൊ ടോപ്പിക് നോക്കിയേ, സോൾട്ടിന്റെ pH, ആ ടോപ്പിക് ഒക്കെ ഒന്ന് നോക്കണേ. pH ഓഫ് സാൾട്ട്, എക്സ്പ്രഷൻ ഓഫ് KC, ബഫർ സൊല്യൂഷൻ, കാൽക്കുലേഷൻ ഓഫ് KC, സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് KSP, KP-KC റിലേഷൻ, ബ്രോൺസ്റ്റഡ്-ലൗറി കോൺസെപ്റ്റ്. ഇത്രയും ടോപ്പിക് എന്നാണ് സെഷൻ 1 എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. ദെൻ കെമിക്കൽ കൈനറ്റിക്സ് ആണ്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് നമുക്കറിയാം ഓവറോൾ വന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം. കെമിക്കൽ കൈനറ്റിക്സ് ഓവറോൾ വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നേരത്തെ ഡിസ്കസ് ചെയ്തു. 10 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബയോമോളിക്യൂളിനെ പോലെ എല്ലാ ഷിഫ്റ്റിലും ഒരു ക്വസ്റ്റ്യൻ വീതം, ഓരോ ഷിഫ്റ്റിലും ഒരു ക്വസ്റ്റ്യൻസ് വീതം, ഈച്ച് ആൻഡ് എവറി ഷിഫ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വീതം. അതിൽ നോക്കൂ, ഏറ്റവും കൂടുതൽ വന്ന് ഫസ്റ്റ് ലോ, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ, അതിനെ ബേസ് ചെയ്തിട്ടാണ് 7 ക്വസ്റ്റ്യൻസ് വന്നത്. ദാറ്റ് ഇസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ, അതിൽ NCERT-യിലെ പല ക്വസ്റ്റ്യൻസും ഡയറക്ട്ലി ചോദിച്ചു, പല ടോപ്പിക്കും ഡയറക്ട്ലി ചോദിച്ചു. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ഗ്യാഷ്യസ് റിയാക്ഷന്റെ NCERT-യിൽ A gives B+C-യുടെ ഒരു 2.03/K log PI/2PI - PT എന്ന് പറഞ്ഞ ഒരു വാല്യൂ ബേസ് ഒരു ആൻസർ ഒരു ടോപ്പിക് ഉണ്ട്, ഡെറിവേഷൻ. അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പിന്നീട് വന്ന ടോപ്പിക്സ് റേറ്റ് ലോ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻസ്, അറീനിയസ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം, പിന്നെ റേറ്റ് എക്സ്പ്രഷന്റെ ഒരു ക്വസ്റ്റ്യൻസ്. ടോട്ടലി റേറ്റ് എക്സ്പ്രഷൻ ഒരു പ്രോബ്ലം വന്നത് കേട്ടോ. ടോട്ടലി അറൗണ്ട് 8 പ്രോബ്ലംസ് ഇതിൽ നിന്നും വന്നിട്ടുണ്ട്. അറൗണ്ട്, ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ടായേക്കാം. അറൗണ്ട് 8 പ്രോബ്ലംസ് ഫ്രം കെമിക്കൽ കൈനറ്റിക്സ്. ചോദിച്ച ഏരിയാസ് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നെന്ന് നിങ്ങൾ നോക്കുക. ഈ ടോട്ടൽ ഓവറോൾ സെഷൻസ് വന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം, വന്ന ടോപ്പിക്സ്. ആഫ്റ്റർ
ഇനി ഓർഗാനിക് ആണ്. ഓർഗാനിക് ഞാൻ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം പിക്ക് ചെയ്തിട്ടില്ല. അത് പ്രശ്നങ്ങളാണ്. കാരണം ഒരു ക്വസ്റ്റ്യൻസ് തന്നെ കറക്റ്റ് ഒരു ചാപ്റ്റർ എന്നാന്ന് പറയാൻ പറ്റില്ല. കാരണം പല ക്വസ്റ്റ്യൻസും മിക്സഡ് ആയിട്ട് പല ചാപ്റ്റേഴ്സ് നിന്നാണ് വന്നത്. അപ്പൊ ഞാൻ ഓവറോൾ ആയിട്ട് ചോദിച്ച ടോപ്പിക്സ് ഇങ്ങനെ എഴുതി പോകുന്നുണ്ട്. ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റില്ല. ഞാൻ ഈച്ച് ആൻഡ് എവറി ചാപ്റ്റേഴ്സും ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും ഞാൻ ഓവറോൾസ് നിങ്ങളോട് ആദ്യം സംസാരിച്ചു. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാണ്. മെക്കാനിസം 17 ക്വസ്റ്റ്യൻസ്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് 5, ഐസോമറിസം ആൻഡ് IUPAC 5. ദെൻ ബയോമോളിക്യൂൾ എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. കാരണം ബയോമോളിക്യൂൾ അങ്ങനെ മിക്സഡ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ബയോമോളിക്യൂൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നോക്കാം. ബയോമോളിക്യൂൾസിലെ 10 ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിനും എല്ലാ എക്സാംസിനും ഓരോ ക്വസ്റ്റ്യൻസ് വീതം. സോ ടോട്ടലി 10 ക്വസ്റ്റ്യൻസ് ബയോമോളിക്യൂൾസ്. ആ 10 ക്വസ്റ്റ്യനിൽ പ്രോട്ടീന്റെ ഡിനാച്ചുറേഷൻ എന്നൊരു ക്വസ്റ്റ്യൻസ്, പ്രോട്ടീൻ ബേസ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻസ്, അമിനോ ആസിഡുമായി ബന്ധപ്പെട്ടും പ്രോട്ടീന്റെ മൊണോമറും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാ പലതും. ഓക്കെ, ന്യൂക്ലിക് ആസിഡ് DNA സ്ട്രാൻഡ് ഒക്കെ ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ടത് ഇവിടുന്നാണ്. ന്യൂക്ലിക് ആസിഡ് എന്നും പ്രോട്ടീനും. പിന്നെ എല്ലാ ടോപ്പിക്കും നോക്കിയേ. വൈറ്റമിനെ ടച്ച് ചെയ്തു. വൈറ്റമിൻ എന്നൊരു ക്വസ്റ്റ്യൻസ്. ടോട്ടലി ഓവറോൾ ബയോമോളിക്യൂൾസിന്റെ മോണോമർ ചോദിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. റെഡ്യൂസിങ് ഷുഗറിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അമിനോ ആസിഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഗ്ലൂക്കോസിന്റെ റിയാക്ഷൻസ് ഇല്ലേ, HI ആഡ് ചെയ്തും, പിന്നെ NH2 ഹൈഡ്രോക്സിലമൈൻ, അതേപോലെ തന്നെ ബ്രോമിൻ വാട്ടർ ഓക്സിഡേഷൻ ഒക്കെ ഇല്ലേ, ആ ഗ്ലൂക്കോസിന്റെ റിയാക്ഷൻ ബേസ് ചെയ്തിട്ടും ഒരു ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓവറോൾ 10 ക്വസ്റ്റ്യൻസ്, ഈച്ച് എക്സാം 1 ക്വസ്റ്റ്യൻസ് പെർ. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തതായിരുന്നു. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വന്നു. 17 ക്വസ്റ്റ്യൻസ് വന്നു കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ ഇനോർഗാനിക് പഠിച്ചവരൊന്നും വേസ്റ്റ് ആയിട്ടുണ്ടാവില്ല. കാരണം 30%, അപ്രോക്സിമേറ്റ്ലി 30% ക്വസ്റ്റ്യൻസ് ഇനോർഗാനിക് എന്ന് മാത്രം, 5 ചാപ്റ്ററിന് മാത്രം. സോ എന്താ പറയാൻ, നോർമൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് മാത്രം. ദാറ്റ് മീൻസ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ കളറും അതേപോലെ തന്നെ ക്രിസ്റ്റൽ ഫീൽഡ് CFSE ഒക്കെ പറഞ്ഞിട്ടാണ്. ടോട്ടൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് മാത്രം 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വാലൻസ് ബോണ്ട് തിയറി, ഹൈബ്രിഡൈസേഷൻ, അതേപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ബേസ്ഡ് 3 ക്വസ്റ്റ്യൻസ് ഫ്രം വാലൻസ് ബോണ്ട് തിയറി. VBT 3 ക്വസ്റ്റ്യൻസ്. പിന്നെ മാഗ്നറ്റിക് മൊമെന്റ് 2 ക്വസ്റ്റ്യൻസ്. അവിടെ DANDF വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ കോർഡിനേഷൻ ഒരു കാര്യം, എല്ലാ എക്സാംസിനും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഇനോർഗാനിക്കിലെ മെജോറിറ്റി ചാപ്റ്റേഴ്സും അങ്ങനെ. ഇനോർഗാനിക്കിലെ എല്ലാ ചാപ്റ്റേഴ്സിനും ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാംസിനും വന്നിട്ടുണ്ട്. DANF ആയിക്കോട്ടെ, ഒരു എക്സാമിന് അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു. P ബ്ലോക്കും ഒരു എക്സാമിനാണ് കാണാത്തത്. ഈ കോർഡിനേഷൻ, DANF, ക്ലാസിഫിക്കേഷൻ ഒക്കെ എല്ലാ എക്സാംസിനും ക്വസ്റ്റ്യൻസ് കണ്ട ചാപ്റ്റേഴ്സാണ്. പിന്നെ ഈ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാം ഈ ചോദ്യം ഹോമോലെപ്റ്റിക് ഏതാന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഹോമോലെപ്റ്റിക് ആൻഡ് ഹെട്രോലെപ്റ്റിക് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഹോമോലെപ്റ്റിക് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ IUPAC നെയിമിംഗ് ഉണ്ടായിരുന്നു 2 ക്വസ്റ്റ്യൻസ്. മെറ്റൽ കാർബണൈൽസ് 2 ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. CO2 CO8 Mn2 CO10 2 ക്വസ്റ്റ്യൻസ് മെറ്റൽ കാർബണൈൽസ് എന്നുണ്ട്. പിന്നെ ഐസോമറിസം, നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു പോയ സാധ്യതയായിരുന്നു ഐസോമറിസം. ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന എക്സ്പെക്ട് ചെയ്ത ടോപ്പിക് ആയിരുന്നു ഐസോമറിസം. പക്ഷെ വന്നില്ല കേട്ടോ. ഐസോമറിസം ആകെ വന്നത് ഒരേ ഒരു ക്വസ്റ്റ്യൻസ്. ആൻഡ് ഫൈനലി DANF ബ്ലോക്കിന്റെ ആപ്ലിക്കേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വന്നതുപോലെ കോർഡിനേഷന്റെ ആപ്ലിക്കേഷനും ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ P ബ്ലോക്ക് നമ്മൾ പറഞ്ഞു. P ബ്ലോക്ക് എന്ന് വന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം 17 ആണ്. 17 ക്വസ്റ്റ്യൻസ് P ബ്ലോക്ക് എന്ന് വന്നു മക്കളെ. ആ 17 ക്വസ്റ്റ്യൻസ് ഏതൊക്കെ? ഓക്സിഡേഷൻ നമ്പർ ബേസ് ചെയ്ത് 2 ക്വസ്റ്റ്യൻസ്. പിന്നെ ഗ്രൂപ്പ് 13 ബോറോണിന്റെ പ്രോപ്പർട്ടി മാത്രം ചോദിച്ചൊരു ക്വസ്റ്റ്യൻസ്. ഗ്രൂപ്പ് 16 ഓസോണിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻസ്. പിന്നെ ഓറുകളെ പറ്റി ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഹാലൈറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 13 ഹാലൈറ്റ്സ്. അതേപോലെ ഗ്രൂപ്പ് 15 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് 2 ഹൈഡ്രൈറ്റ്സ്, ഞാൻ നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞ കാര്യമായിരുന്നു. ഹൈഡ്രൈറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 4 ക്വസ്റ്റ്യൻസ് ഹൈഡ്രൈഡും 4 ക്വസ്റ്റ്യൻസ് ഓക്സൈഡും. നേരത്തെ അവിടെ ഒരു ക്വസ്റ്റ്യൻസും 5 ക്വസ്റ്റ്യൻസ് ഓക്സൈഡ് മാത്രം ചോദിച്ചിട്ടുണ്ട്. പിന്നെ നോബൽ ഗ്യാസിന് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ 17 ക്വസ്റ്റ്യൻസ് P ബ്ലോക്ക്. എല്ലാ ഷിഫ്റ്റിലും 2 ക്വസ്റ്റ്യൻസ് വീതമുണ്ട്. അതായത്
29th ഈവനിങ്ങിൽ ഒരൊറ്റ ക്വസ്റ്റിനും വന്നില്ല. 29th ഒരു ഭാഗ്യമില്ലാത്ത ദിവസമാണ് പി ബ്ലോക്കിന്. അതിന്റെ മോർണിംഗിൽ ഒരു ക്വസ്റ്റ്യൻ, ഈവനിങ് ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. അവൻ ഓവറോൾ 17 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഓക്കെ, റൈറ്റ്. എല്ലാ ടോപ്പിക്കും ടച്ച് ചെയ്തു. ഹൈഡ്രൈഡും ഓക്സൈഡും ഹാലൈഡും ആകെ കുറച്ച് ടോപ്പിക് അതിൽ പഠിക്കാനുള്ളൂ. അതിൽ നിന്നുള്ള ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയ ചോദിച്ചു എന്നാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതർ എനിക്ക് പറ്റുന്ന രൂപത്തിൽ ഞാൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൽക്കഹോളിൽ ഒരു പ്രാക്ടിക്കൽ കെമിസ്ട്രി എന്നൊരു ടെസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഫിനോളിന്റെ ടെസ്റ്റ്. പിന്നെ വന്നിട്ടുള്ളത് ഈതറിന്റെ CO ബോണ്ട് ക്ലീവേജ് ഇൻ ഈതർ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. സോ റിയാക്ഷൻസ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫിനോൾ 5 ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു 5 ക്വസ്റ്റ്യൻസ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫിനോളിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ്. പിന്നെ അസിഡിക് സ്ട്രെങ്ത് നിന്ന് 3 ക്വസ്റ്റ്യൻസ്. ലൂക്കാസ് ടെസ്റ്റ് ചോദിച്ചു. പിന്നെ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ആൻഡ് ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻസ്. ഏകദേശം നമ്പർ പറഞ്ഞു പോകുന്നു. ആൽക്കഹോളിൽ 13 ക്വസ്റ്റ്യൻസ്. സ്ട്രിക്റ്റ്ലി ഈ ടോപ്പിക് എന്ന് എനിക്ക് ഫിക്സ് ആക്കി പറയാൻ പറ്റില്ല, പലതും മിക്സ്ഡ് ടോപ്പിക്സ് ആണ്. ഹൈഡ്രോ കാർബൺസ് ഞാൻ ടോപ്പിക് പറയുന്നു. ഹൈഡ്രോ കാർബൺ എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതും എനിക്ക് സ്ട്രിക്റ്റ്ലി ഇത്ര ക്വസ്റ്റ്യൻസ് എന്ന് എണ്ണാൻ പറ്റില്ല. കൺഫർമേഷൻ, ഇതിന്റെ കൺഫർമേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻ, അസിഡിക് സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രോകാർബൺസ്, പിന്നെ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൽക്കീൻ, അഡീഷൻ ഓഫ് ആൽക്കീൻ, മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്, അഡീഷൻ ഓഫ് HBr, പിന്നെ ആ ഹൈഡ്രോ കാർബണിന്റെ ക്ലാസിഫിക്കേഷൻ ഇല്ലേ, അരോമാറ്റിക്, അലിഫാറ്റിക്, ബെൻസിനോയിഡ്, നോൺ ബെൻസിനോയിഡ്, ആ ടോപ്പിക് ബേസ് ചെയ്തും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അമൈൻസ്, നൈട്രേഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഹോഫ്മാൻ ബ്രോമമൈഡ്, ഡൈസോഡൈസേഷൻ, കപ്ലിംഗ്, റിഡക്ഷൻ, ഓൾ പ്രിപ്പറേഷൻ, റിഡക്ഷൻ അമൈൻസിന്റെ പ്രിപ്പറേഷനിൽ റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ്, ഫിഡൽക്രാഫ്റ്റ് അസൈലേഷൻ, പിന്നെ ബ്രോമമൈഡ് ഉണ്ട്, ഹോഫ്മാൻ ബ്രോമമൈഡ്, അതേപോലെ തന്നെ സാൻമേയേഴ്സ്, ഗാറ്റർമാൻ, ലൈക്ക് ഓൾ ടോപ്പിക് ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബേസിക് സ്ട്രെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഹിൻസ്ബർഗ് ടെസ്റ്റ്, ഹിൻസ്ബർഗ് എന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഹിൻസ്ബർഗ് ലൈക്ക് ഹലോ ആൽക്കെയിൻസ്, SN1, SN2 അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, SN1 ബേസ്ഡ് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, അഡീഷൻ ഓഫ് AgCN, KCN, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻസ്, അലലിക് ഹാലൈഡ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. വിനലിക് ഉണ്ട്, അലലിക് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻസ്, കോബിലക്ട്രോലൈസിസ്, മോണോക്ലോറിനേഷൻ പ്രോഡക്റ്റ്, യൂസ് ഓഫ് പോളിഹാലജൻ കോമ്പൗണ്ട്. അതായത് NCERT ബേസ്ഡ് പറയുകയാണെങ്കിൽ ഓവറോൾ NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കൈൻസ്, റിഡക്ഷൻ ഓഫ് ഫിനോൾ, ഇതൊക്കെ നമ്മൾ ഇത് ഹൈഡ്രോ കാർബൺ എന്ന് ചോദിച്ചതാണ് കേട്ടോ. ഇത് ഹൈഡ്രോ കാർബൺ ആണ്. ഡീഹൈഡ്രോ ഹാലജനേഷൻ, then substitution, side chain chlorination, optical isomerism. ഓക്കെ, പിന്നെ ആൽഡിഹൈഡ് കീറ്റോൺസിൽ റെസണൻസ് സ്റ്റെബിലിറ്റി ഓഫ് ആൽഡിഹൈഡ് ഉണ്ടായിരുന്നു. ടോട്ടോമറിസം, വോഫ്കിഷ്ണർ റിഡക്ഷൻ, ഫെല്ലിംഗ് ടെസ്റ്റ്, ആൾഡോൾ കണ്ടൻസേഷൻ, റിഡക്ഷൻ ഇൻ ആൽഡിഹൈഡ്, ഓൾ മീൻസ് റോസൻമണ്ട്, സ്റ്റീഫന്, ഡൈബാലച്ച്, പിന്നെ അങ്ങോട്ട് പോയിട്ട് വോഫ്കിഷ്ണറും ക്ലെമൻസണും 5 ടൈപ്പ് റിഡക്ഷനും ചോദിച്ചിട്ടുണ്ട്. ദെൻ റോസൻമണ്ട്, അഡീഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജന്റ് ഇൻടു carbon dioxide into Grignard reagent, Cannizzaro, Gatterman-Koch reactions. ഓക്കെ, ഇതാണ് ഓവറോൾ ആയിട്ട് ചോദിച്ച നമ്മളെ ആൽഡിഹൈഡ്സ് കീറ്റോൺസ്. അപ്പൊ ഞാൻ ഓവറോൾ ടോപ്പിക്സ് പറഞ്ഞു, ചോദിച്ച ക്വസ്റ്റ്യൻസും പറഞ്ഞു. ഓവറോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് NCERT സ്ട്രിക്റ്റ്ലി NCERT കണ്ടന്റുകളാണ് മാക്സിമം ക്വസ്റ്റ്യൻസ്. NCERT കണ്ടന്റുകളാണ് അവർ മാക്സിമം ക്വസ്റ്റ്യൻ. അതായത് അപ്പൊ NCERT കണ്ടന്റ് മീൻസ് കമ്പാരിറ്റീവ്ലി 2023 പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, 2023 പേപ്പറായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ NCERT ഒതുങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. അപ്പൊ സൊല്യൂഷൻസിലൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് 1 ഹോഫ് ഫാക്ടർ NCERT ടേബിൾ ക്വസ്റ്റ്യൻസ് ആണ്. പല ക്വസ്റ്റ്യനും ഓർഗാനിക്, മെജോറിറ്റി ഓർഗാനിക്കും NCERT ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം എനിക്ക് സെഷൻ 2 പ്രിപ്പയർ ചെയ്യാനുള്ളതോട് പറയാനുള്ളത്, സെഷൻ 2 പ്രിപ്പയർ ചെയ്യുന്നവരോട് സ്ട്രിക്റ്റ്ലി പറയാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ഈ 300 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം.
ഈ 300 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് സ്ട്രിക്റ്റ് ആയിട്ട് NCERT നിങ്ങൾ ഫോളോ ചെയ്ത് തന്നെ പഠിക്കണം. ദെൻ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രീവിയസ് ഇയറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വന്നു. അത് ഞാൻ വേറൊരു വീഡിയോ പറയാം. അത് ഏതൊക്കെ വന്നത് നമുക്കൊരു വേറെ വീഡിയോയിൽ സംസാരിക്കാം. അതേപോലെ മൂന്നാമത് എനിക്ക് പറയാനുള്ള കാര്യം, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനോർഗാനിക്കിനെ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോകരുത്. അറൌണ്ട് 30% ക്വസ്റ്റ്യൻസ് ഫ്രം ഇനോർഗാനിക് കെമിസ്ട്രി. കുഞ്ഞു ചാപ്റ്ററായ ക്ലാസിഫിക്കേഷനും വലിയ ചാപ്റ്ററായ കോർഡിനേഷനും ഒക്കെ ഒരേ എണ്ണം, ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. പി ബ്ലോക്ക് വിടാതെ പഠിക്കണം. DF വിടാതെ 19 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടുന്ന് വന്നു എന്ന് പറഞ്ഞത്. DF ബ്ലോക്ക് നിന്ന് കെമിക്കൽ ബോണ്ടിങ് 20 ക്വസ്റ്റ്യൻസ്, ക്ലാസിഫിക്കേഷൻ 13 ക്വസ്റ്റ്യൻസ്, കോർഡിനേഷൻ കോമ്പൗണ്ടും വന്നിട്ടുണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട് വന്ന ക്വസ്റ്റ്യൻ എണ്ണം എത്രയായിരുന്നു? 17 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇനോർഗാനിക് നിങ്ങൾ ഒന്നും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനോർഗാനിക് ഒന്നും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓർഗാനിക് എന്തായാലും പഠിക്കണം. മെജോറിറ്റി ഏറ്റവും കൂടുതൽ ചോദിക്കുക ഓർഗാനിക് തന്നെയാണ്. അതേപോലെ ഇനോർഗാനിക്കിനെ നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെഷൻ 2 മുന്നേ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഇനി ഞാൻ ചെയ്യുന്നത് ഓരോ ഷിഫ്റ്റിലും ചോദിച്ച ചാപ്റ്റേഴ്സ് ഏതൊക്കെയാന്നുള്ളത്. ഓക്കെ ഓക്കെ മക്കളെ, ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് പറയാം, ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് അവസാനിപ്പിക്കാം. സോ നമുക്ക് ഓരോ ഷിഫ്റ്റിലും ചോദിച്ച ഏതൊക്കെ ചാപ്റ്റർ, എത്ര ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് 27th മോർണിംഗിൽ എല്ലാ ചാപ്റ്ററിനും ഒരു ക്വസ്റ്റ്യൻസ് വീതം. സോ സ്പെഷ്യലി നോക്ക്, കെമിക്കൽ ബോണ്ടിങ് 2 ക്വസ്റ്റ്യൻസും ഇക്വിലിബ്രിയം 2 ക്വസ്റ്റ്യൻസും, ബാക്കിയെല്ലാം 1 1 1 1 1 1. സോ ഹിയർ കെമിക്കൽ കൈനറ്റിക്സും 1. സോ 2 ക്വസ്റ്റ്യൻസ്. DF ബ്ലോക്ക് എലമെന്റ്സും പി ബ്ലോക്കും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ കോർഡിനേഷൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ഓർഗാനിക് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റിയാക്ഷൻ മെക്കാനിസം, ഐസോമറിസം, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, നോമൻക്ലേച്ചർ, അങ്ങനെ ടോട്ടൽ 4 ക്വസ്റ്റ്യൻസ്. ഹലോ ആൽക്കെയിൻസ് 1 ക്വസ്റ്റ്യൻസ്, ആൽക്കഹോൾ ഫിനോൾ 2 ക്വസ്റ്റ്യൻസ്, ദെൻ ബയോമോളിക്യൂൾ 1 ക്വസ്റ്റ്യൻസ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ചാപ്റ്റേഴ്സ് നോക്കിയേ. ഫസ്റ്റ് ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻ വരാത്ത ചാപ്റ്റേഴ്സ് ആൽഡിഹൈഡ്സ്, അമീൻസ്, പിന്നെ ദാറ്റ്സ് ഓൾ. ഈ 2 ചാപ്റ്റർ എന്നാണ് ഫസ്റ്റ് ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻസ് കാണാത്തത്. ഞാൻ ഈ ഗ്രീനിൽ മാർക്ക് ചെയ്തത് ക്വസ്റ്റ്യൻ വരാത്ത ചാപ്റ്ററും യെല്ലോയിൽ മാർക്ക് ചെയ്തത് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ച ചാപ്റ്ററും. നെക്സ്റ്റ് ഈവനിങ് ഷിഫ്റ്റ് നോക്കൂ. ഈവനിങ് ഷിഫ്റ്റ് ആണ് പ്രശ്നം. ഈവനിങ് ഷിഫ്റ്റില് ഈ 3 ചാപ്റ്ററൊന്നും ക്വസ്റ്റ്യൻസ് ഇല്ല. ക്ലാസിഫിക്കേഷനും സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനും ബേസിക് കോൺസെപ്റ്റൊന്നും ക്വസ്റ്റ്യൻസ് ഇല്ല ഈവനിങ് ഷിഫ്റ്റിൽ കേട്ടോ. ക്ലാസിഫിക്കേഷൻ, ബേസിക് ആൻഡ് സ്ട്രക്ചർ ഓഫ് ആറ്റം ക്വസ്റ്റ്യൻസ് ഇല്ല. പിന്നെ വന്നത് കെമിക്കൽ ബോണ്ടിങ് എന്ന് ഒരു ക്വസ്റ്റ്യൻ, തെർമോഡൈനാമിക്സ് ഒരു ക്വസ്റ്റ്യൻ, വീണ്ടും ഇക്വിലിബ്രിയത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇല്ല. റിഡോക്സ് 1 ക്വസ്റ്റ്യൻ, ദെൻ സൊല്യൂഷൻസ് 2 ക്വസ്റ്റ്യൻസ്, ഇലക്ട്രോ കെമിസ്ട്രി 2 ക്വസ്റ്റ്യൻസ്. റൈറ്റ്. ദെൻ കൈനറ്റിക്സ് ക്വസ്റ്റ്യൻസ് ഇല്ല. കെമിക്കൽ കൈനറ്റിക്സ്, ഓക്കെ സോറി, കൈനറ്റിക്സ് ഒരു ക്വസ്റ്റ്യൻ. ദെൻ നോക്കിയേ DF ബ്ലോക്ക് എലമെന്റ്സ് നോക്കിയേ 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പി ബ്ലോക്ക് 2 ക്വസ്റ്റ്യൻസ്, കോർഡിനേഷൻ 2 ക്വസ്റ്റ്യൻസ്, ബേസിക് ഓർഗാനിക് 4 ക്വസ്റ്റ്യൻസ്. റൈറ്റ്. ദെൻ ഹൈഡ്രോകാർബൺ ഒരു ക്വസ്റ്റ്യൻസ്, ആലോ ആൽക്കെയിൻസ് ഒരു ക്വസ്റ്റ്യൻ, ആൽഡിഹൈഡ് ഒരു ക്വസ്റ്റ്യൻസ്, അമൈൻസ്. ഓക്കെ, ആൽക്കഹോൾസ് 3 ക്വസ്റ്റ്യൻസ് വന്നു. അതേപോലെ അമൈൻസ് 2 ക്വസ്റ്റ്യൻസും വന്നു. ഓക്കെ, ദെൻ 29th മോർണിംഗ് ദെൻ ബേസിക്കും സ്ട്രക്ചറും ഓരോ ക്വസ്റ്റ്യൻസ്, ദെൻ ക്ലാസിഫിക്കേഷൻ 2, കെമിക്കൽ ബോണ്ടിങ് 2, ദെൻ തെർമോ 1, ഇക്വിലിബ്രിയം 1, റിഡോക്സ് 1, ഇലക്ട്രോ 1. ദെൻ അപ്പം എത്ര ക്വസ്റ്റ്യൻ ആയി? 4 6 8 10 12 ക്വസ്റ്റ്യൻസ് അവിടെയായി. 13. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻസ് ഇല്ലാത്തത് അമൈൻസ് എന്ന് മാത്രം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ബേസിക് കോൺസെപ്റ്റ് എന്നും 29th മോർണിംഗ് ബേസിക് കോൺസെപ്റ്റ് എന്ന് ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. 29th മോർണിംഗ് സ്ട്രക്ചർ ഓഫ് ആറ്റം ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബേസിക് കോൺസെപ്റ്റിന് ക്വസ്റ്റ്യൻസ് ഇല്ല. ഓക്കെ, ആൻഡ് ഫൈനലി അമൈൻസ് എന്നും ക്വസ്റ്റ്യൻസ് ഇല്ല. ദെൻ ആൽഡിഹൈഡ്സ് 2 ക്വസ്റ്റ്യൻസ്, ഹൈഡ്രോന്ന് 2 ക്വസ്റ്റ്യൻസ്,
ഹാലോ ആൽക്കെയിൻസ് എന്നൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബേസിക് ഓർഗാനിക്സ്, കോർഡിനേഷൻ, D&F ബ്ലോക്ക്. ദെൻ ഒരു ക്വസ്റ്റ്യൻസ്. ആൽക്കഹോൾ, ഫിനോൾ, ഈതറും ഒരു ക്വസ്റ്റ്യൻസ്. ഓക്കെ. 29th ഈവനിങ് ആണെങ്കിൽ സെയിം വേ, എല്ലാം ഒരു ക്വസ്റ്റ്യൻസ് വീതം. തെർമോ, ഇക്വിലിബ്രിയം, സൊല്യൂഷൻ, ഇലക്ട്രോ. റിഡോക്സ് എന്ന് ക്വസ്റ്റ്യൻസ് ഇല്ല. റിഡോക്സ് എന്ന് ക്വസ്റ്റ്യൻസ് ഇല്ല. ദെൻ പി ബ്ലോക്ക് എന്ന് ക്വസ്റ്റ്യൻസ് ഇല്ല. ഹൈഡ്രോ കാർബൺസ് എന്ന് ക്വസ്റ്റ്യൻസ് ഇല്ല. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസും. റിമൈനിങ് മോർ ദാൻ 1 ക്വസ്റ്റ്യൻ. ഇതാണ് 29th. 13th മോർണിംഗിൽ സെയിം. ബേസിക് ഒന്ന്, സ്ട്രക്ചർ ഓഫ് ആറ്റം ഒന്ന്, ക്ലാസിഫിക്കേഷൻ ഒന്ന്, ബോണ്ടിങ് 2, തെർമോ 1, റിഡോക്സ് 1, സൊല്യൂഷൻസ് 2, ഇലക്ട്രോൺ, നോ ക്വസ്റ്റ്യൻസ്. സോ കൈനറ്റിക്സ് എന്നൊരു ക്വസ്റ്റ്യൻസ്. പിന്നെ D&F 2, പി ബ്ലോക്ക് 2, കോർഡിനേഷൻ 1, ഹൈഡ്രോ കാർബൺ 1, ഹാലോ ആൽക്കെയിൻസ് 2, ദെൻ ആൽക്കഹോൾസ്, ഫിനോൾസ്, ഈതർന്ന് ഒരു ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടില്ല. ആൻഡ് ഫൈനലി ആൽഡിഹൈഡ്സ് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അമൈൻസ് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബയോമോളിക്യൂൾ ഒരു ക്വസ്റ്റ്യൻസ്. 13th ഈവനിങ്ങിലേക്ക് പോകുമ്പോൾ ബേസിക് കോൺസെപ്റ്റ് അതിലും ക്വസ്റ്റ്യൻസ് ഇല്ല. സ്ട്രക്ചർ 1, ക്ലാസിഫിക്കേഷൻ 1, ബോണ്ടിങ് 2, തെർമോ 1, ഇക്വിലിബ്രിയം 1, ഇലക്ട്രോ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ഇല്ല. ദെൻ കൈനറ്റിക്സ് എന്നൊരു ക്വസ്റ്റ്യൻസ്. ദെൻ ഹൈഡ്രോ കാർബൺസ് ക്വസ്റ്റ്യൻസ് ഇല്ല. റിമെയിൻസ് ആൽക്കഹോൾസ്, ഹാലോ എന്നൊരു ക്വസ്റ്റ്യൻ, ആൽക്കഹോൾ 2, ആൽഡിഹൈഡ് 1, അമൈൻസ് 1, ബയോമോളിക്യൂൾസ് 1. ദെൻ 31st മോർണിംഗ് ഷിഫ്റ്റ് നോക്കൂ. ക്വസ്റ്റ്യൻസ് ഇല്ലാത്തത് തെർമോഡൈനാമിക്സ് എന്നും റിഡോക്സ് എന്നും ക്വസ്റ്റ്യൻസ് ഇല്ല. ബാക്കി ബേസിക് 1, സ്ട്രക്ചർ 1, ക്ലാസിഫിക്കേഷൻ 1, ബോണ്ടിങ്, കെമിക്കൽ ബോണ്ടിങ് 2 ക്വസ്റ്റ്യൻസ്, ഇക്വിലിബ്രിയം 2 ക്വസ്റ്റ്യൻസ്, ഇലക്ട്രോ കെമിസ്ട്രി 3 ക്വസ്റ്റ്യൻസ്, സൊല്യൂഷൻ 1 ക്വസ്റ്റ്യൻസ്. ഇലക്ട്രോ കെമിസ്ട്രി 3 ക്വസ്റ്റ്യൻസ് വന്നു കേട്ടോ. ആൻഡ് ഹിയർ കൈനറ്റിക്സ് 1, D&F 1, ദെൻ പി ബ്ലോക്ക് 2 ക്വസ്റ്റ്യൻസ്, കോർഡിനേഷൻ 2 ക്വസ്റ്റ്യൻസ്, ബേസിക് ഓർഗാനിക് 4, ഹൈഡ്രോ കാർബൺ 2, ദെൻ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് 1 ക്വസ്റ്റ്യൻ, ദെൻ ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് 1 ക്വസ്റ്റ്യൻ, ബയോമോളിക്യൂൾ 1 ക്വസ്റ്റ്യൻസ്. ബട്ട് അമൈൻസ് ക്വസ്റ്റ്യൻസ് ഇല്ല. ദെൻ 31st ഈവനിങ് ഷിഫ്റ്റിൽ അതുപോലെ ബേസിക് കോൺസെപ്റ്റ് 1 ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ ഓഫ് ആറ്റം 1, ക്ലാസിഫിക്കേഷൻ 1, ദെൻ കെമിക്കൽ ബോണ്ടിങ് 2, തെർമോ 1, ഇക്വിലിബ്രിയം 1, സൊല്യൂഷൻ 1, ഇലക്ട്രോ 1. അവർ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒന്ന് റിഡോക്സിലും ദെൻ ഒന്ന് കെമിക്കൽ ബോണ്ടിങ്ങിലും. ദെൻ ഹിയർ ആൽക്കഹോൾ, ഫിനോൾ, ഈതർന്ന് ക്വസ്റ്റ്യൻസ് ഇല്ല. ഓക്കെ. 31st ഈവനിങ് ആണ്. ഒരു ചാപ്റ്ററിന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് ഇല്ലാത്തത്, ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾ ആൻഡ് ഈതർ. റിമെയിൻസ് എല്ലാ ചാപ്റ്ററിനും മിനിമം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ട്. ദെൻ February 1st മോർണിംഗ് ആണ്. ബേസിക് 1, സ്ട്രക്ചർ 1, തെർമോ 1, ഇക്വിലിബ്രിയം 1, സൊല്യൂഷൻ 1, ഇലക്ട്രോ. സോ D&F ബ്ലോക്ക് എലമെന്റ്സ് ക്വസ്റ്റ്യൻസ് ഇല്ല. പിന്നെ വന്നിട്ടുള്ളത് ആൽക്കഹോൾ എന്നും ക്വസ്റ്റ്യൻസ് ഇല്ല. സോ ഫസ്റ്റ് 1 ക്വസ്റ്റ്യൻസ്, ആൽഡിഹൈഡ്സ് 1 ക്വസ്റ്റ്യൻസ്, ബയോമോളിക്യൂൾ 1 ക്വസ്റ്റ്യൻസ്. ആൻഡ് February 1st ഈവനിങ് സെഷനിൽ ബേസിക്കും സ്ട്രക്ചറും ക്ലാസിഫിക്കേഷനും ഓരോ ക്വസ്റ്റ്യൻസ്. റിഡോക്സ് എന്ന് ക്വസ്റ്റ്യൻസ് ഇല്ല. ഇക്വിലിബ്രിയം, തെർമോ ഒക്കെ ഓരോ ക്വസ്റ്റ്യൻസ്, ബോണ്ടിങ് 2 ക്വസ്റ്റ്യൻ, സൊല്യൂഷൻ 1 ക്വസ്റ്റ്യൻസ്. ഓക്കെ. ദെൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് ക്വസ്റ്റ്യൻസ് ഇല്ല. കൈനറ്റിക്സ് 1 ക്വസ്റ്റ്യൻസ്, ആൽക്കഹോൾ, ഫിനോൾ 1 ക്വസ്റ്റ്യൻസ്, അമൈൻ, ബയോമോളിക്യൂൾസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈനറ്റിക്സും ബയോമോളിക്യൂളും എല്ലാ എക്സാംസിലും 1 ക്വസ്റ്റ്യൻസ് വീതം വന്നിട്ടുണ്ട്. ഓക്കെ. ഇതാണ് ഓവറോൾ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ സ്ലോ ആയിട്ട് ഡാറ്റ ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. വീണ്ടും ഞാൻ പറയുന്നു, അടുത്ത സെഷനിലേക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്ട്രിക്റ്റ്ലി 300 ക്വസ്റ്റ്യൻസ് ചെയ്യണം. NCERT സ്ട്രിക്റ്റ് ആയിട്ട് വായിക്കണം. ഇനോർഗാനിക്കിന് ഇമ്പോർട്ടൻസ് മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. ഓർഗാനിക്കും പഠിക്കണം. NCERTയെ സ്ട്രോങ് ആയിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ. താങ്ക് യു.